പങ്കെടുക്കുന്ന കേരളത്തിലെ സഹകാരി സുഹൃത്തുക്കളെ, സഹകരണ മേഖലയിൽ ആധുനികവൽക്കരിക്കുന്നതിനു വേണ്ടി, പോരായ്മകൾ ചൂണ്ടിക്കാട്ടി തിരുത്തിക്കുന്നതിനും വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ സഹകരണ വീക്ഷണത്തിന്റെ 31ാമത്തെ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, ചെറിയ സമയം കൊണ്ട് സഹകരണ മേഖലയ്ക്ക് മൊത്തത്തിൽ ഗുണകരമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നതിനും തിരുത്തലുകൾ ആവശ്യമുള്ളത് ചൂണ്ടിക്കാണിക്കുന്നതിനും ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സഹകരണ ആക്ടിലും റൂൾസിലും വന്നിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായി നിയമാവലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സഹകരണത്തിലെ ഏറ്റവും വിദഗ്ധൻ അല്ലെങ്കിൽ അവസാന വാക്ക് എന്ന് എല്ലാവരാലും വിശേഷിപ്പിക്കപ്പെടുന്ന പിള്ള സാർ തന്നെ ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമുക്ക് നിയമവും ആക്ടും റൂൾസും പറയുന്നത് ഒന്നാണെങ്കിലും ഇന്ന് കേരളത്തിലെ പല ജില്ലകളിലും പല സഹകരണ സംഘങ്ങളിലും പലതരത്തിലാണ് ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതും പലതരത്തിലാണ് ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ബൈലോ അപ്രൂവ് ചെയ്ത് കിട്ടുന്നതും. അതിനെയൊക്കെ ഒരു ഏകീകരണ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനും വാചക ഘടന തന്നെ ഒന്നാക്കി മാറ്റുവാനും പിള്ള സാറ് ആവശ്യമുള്ള ആളുകൾക്ക് ഒരു ഏകീകൃത രൂപത്തിൽ തന്നെ ഇത്തരം ബൈലോ മാറ്റങ്ങൾ വരുത്തേണ്ടതിനെ കുറിച്ച് രേഖാമൂലം, ഇന്ന് വാക്കാൽ പറയുന്നതിനപ്പുറം രേഖാമൂലം തന്നെ ആവശ്യമുള്ളവർക്ക് കൊടുക്കണം എന്ന ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇന്നിവിടെ ക്ലാസ് എടുക്കുന്ന നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ BP പിള്ള സാറിനെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അഡ്മിൻ പാനലിലെ അരുൺ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ട സഹകരണ വീക്ഷണ നേതാക്കന്മാരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലുപരിയായി ഈ എന്നും സഹകരണ മേഖലയുടെ വികസനത്തിന് വേണ്ടിയും സ്വന്തം സഹകരണ രംഗത്ത് അറിവ് സമ്പാദിക്കുന്നതിനും താല്പര്യം കാണിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ സഹകാരി സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് BP പിള്ള സാറിന് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ബഹുമാനപൂർവ്വം പിള്ള സാറിനെയും ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തുടങ്ങാം അഡ്മിന്മാരെ. അരുണേ, ശ്രീജിത്ത് തുടങ്ങാമല്ലോ. തുടങ്ങാം സാറേ, തുടങ്ങാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഔപചാരികമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ചോദിച്ചത്. ഇല്ല സാറേ, നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സാറിന്റെ ക്ലാസ്സിന് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഇത്രയും ആളുകൾ ശ്രമിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 75ഓളം ആളുകൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഒരു നല്ലൊരു പങ്കാളിത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കേരള സഹകരണ സംഘ നിയമത്തിന് 110 വകുപ്പുകളും 201 ചട്ടങ്ങളുമാണുള്ളത്. വകുപ്പുകൾ എന്ന് പറയുന്നത് നിയമത്തിന്റെ സ്കെലിട്ടണാണ്, ന്യൂക്ലിയസാണ്. അപ്പോൾ വകുപ്പുകളിലെ വ്യവസ്ഥകളുടെ വിശദാംശങ്ങളാണ് ചട്ടങ്ങളിലുള്ളത്. വകുപ്പുകൾ തയ്യാറാക്കുമ്പോൾ വകുപ്പുകളിലെ വ്യവസ്ഥ നിർബന്ധമായും ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കും. ഇവിടെയൊക്കെ അറിവില് അന്നൊരു വിഷയം പറയാൻ 2016 വളരെ ശ്രദ്ധേയമായ ഒരു വിധി കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരള സഹകരണ സംഘ നിയമത്തിന്റെ സെക്ഷൻ 71C വിരുദ്ധമായിട്ടുള്ള ഒരു വിധിയായി. 71C എന്ന് പറയുന്നത് the area of operation of a cooperative society shall not overlap with the area of operation of another society of the same type. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കൽപ്പറ്റയിൽ ഒരു ശാഖ തുടങ്ങാനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ അതിനെതിരെ കൽപ്പറ്റ റൂറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി കേരള ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ പെറ്റീഷൻ കൊടുത്തു.
അതായത് കേരള സഹകരണ സംഘ നിയമത്തിന്റെ 7(1)(c)ക്ക് വിരുദ്ധമായ ഒരു നടപടിയാണ് ശാഖ തുടങ്ങാൻ അനുവദിക്കരുത്, സ്റ്റേ ചെയ്യണമെന്നായിരുന്നു അവരുടെ പ്രയർ. ആ വിഷയത്തില് ആണ് കേരള ഹൈക്കോടതിയിൽ വളരെ ശ്രദ്ധേയമായ ഒരു വിധി വന്നത്. കേരള സഹകരണ സംഘ നിയമത്തിലെ സെക്ഷൻ 7(1)(c) എന്ന് പറയുന്നത് നമ്മുടെ 97-ാം ഭരണഘടനാ ഭേദഗതിയിലെ പാർട്ട് 3-ലെ ആർട്ടിക്കിൾ 19(1)(c)ക്ക് വിരുദ്ധമാണ്. 97-ാം ഭരണഘടനാ ഭേദഗതിയില് പാർട്ട് 3-ലെ ആർട്ടിക്കിൾ 19(1)(c)യോ പാർട്ട് 4-ലെ 43(b)യോ സുപ്രീം കോടതി റദ്ദ് ചെയ്തില്ല. അതിപ്പോഴും പ്രാബല്യത്തിലുള്ളതാണ്. 19(1)(c) എന്ന് പറയുന്ന സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യാനുള്ള പൗരന്റെ മൗലിക അവകാശം. ആ മൗലിക അവകാശത്തിന് വിരുദ്ധമായ ഒരു വ്യവസ്ഥയാണ് നമ്മുടെ നിയമത്തിലെ 7(1)(c). അത് ഉടനെ തന്നെ നിയമത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നതായിരുന്നു കേരള ഹൈക്കോടതിയിലെ വിധി. അത് നമ്മളൊരു സ്റ്റേ വാങ്ങി. പക്ഷെ അതിനെതിരെ പിന്നെ ആരും ഒരു നീക്കം നടത്തിയില്ല. ഇപ്പോഴും അത് സ്റ്റേയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നിയമത്തിലെ വ്യവസ്ഥ നിർബന്ധമായും ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം. അതുപോലെ ചട്ടം തയ്യാറാക്കുമ്പോൾ ചട്ടത്തിലെ വ്യവസ്ഥ വകുപ്പിലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാകാൻ പാടില്ല. അങ്ങനെ ഒരു വിരുദ്ധമായ വ്യവസ്ഥ ചട്ടം 44-ലുണ്ടായിരുന്നു. വകുപ്പ് 32-ലെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ചട്ടം 44-ൽ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. സെക്ഷൻ 32 എന്ന് പറയുന്നത് ഭരണസമിതിയെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥ. ആ 32-ാം വകുപ്പില് ഒരു ഭരണസമിതിയെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ആ പിരിച്ചുവിടപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് തുടർന്ന് ഒരു ടേമിലോട്ട്, നേരത്തെ 2 ടേം ആയിരുന്നു, അത് ഒരു ടേമാക്കി മാറ്റി ഒരു ടേമിലോട്ട് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ബോർഡിലോട്ട് മത്സരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കുകയല്ല. ഇതായിരുന്നു 32-ാം വകുപ്പിൽ. പക്ഷേ ഈ 2024 ഡിസംബർ 31-ന് ചട്ടഭേദഗതി വരുന്നത് വരെ 44-ാം ചട്ടത്തില് പിരിച്ചുവിടപ്പെട്ട ഭരണസമിതിയിലെ അംഗങ്ങൾക്ക് തുടർന്ന് ഒരു വർഷത്തേക്ക് ഒരു സഹകരണ സ്ഥാപനത്തിന്റെ ബോർഡിലോട്ട് മത്സരിക്കാൻ യോഗ്യതയില്ലായിരുന്നു എന്നതായിരുന്നു വ്യവസ്ഥ. വകുപ്പിൽ ഒരു ടേമെന്നും ചട്ടത്തിൽ ഒരു വർഷമെന്നും. പക്ഷേ പിരിച്ചുവിടപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് 44-ാം ചട്ടപ്രകാരമുള്ള അയോഗ്യതയായിരുന്നില്ല, 32-ാം വകുപ്പ് പ്രകാരമുള്ള ഒരു ടേമിലെ അയോഗ്യതയായിരുന്നു. ആ ചട്ടവ്യവസ്ഥ വകുപ്പിന് വിരുദ്ധമായത് കാരണം അതിന് നിലനിൽപ്പില്ല. അന്നേരം ചട്ടങ്ങൾ നിർബന്ധമായും ചട്ടവ്യവസ്ഥ വകുപ്പിലെ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിരിക്കണം. അടുത്തത് നമ്മളുടെ ഭരണഘടനയാണ്. ഓരോ സഹകരണ സ്ഥാപനത്തിന്റെയും കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിന്റെ നിയമാവലി എന്ന് പറയുന്നത്. നിയമാവലി വ്യവസ്ഥകള് നിർബന്ധമായും സഹകരണ നിയമത്തിനും ചട്ടത്തിനും അനുസൃതമായിരിക്കണം. നിയമത്തിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായോ ചട്ടത്തിലെ ഏതെങ്കിലും ഒരു വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായോ ഒരു സഹകരണ സ്ഥാപനത്തിന്റെ നിയമാവലിയിൽ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ആ നിയമാവലിയിലെ വ്യവസ്ഥ അസാധുവാണ്, അത് നിലനിൽക്കുന്നതല്ല. അതിപ്പോൾ 2024 ജൂൺ 7-ന് കേരള സഹകരണ സംഘ നിയമത്തിൽ 56 വകുപ്പുകളില് ഭേദഗതി വന്നു. ആ 56 വകുപ്പുകളിലെ ഭേദഗതിയുടെ വിശദാംശങ്ങളാണ് 2024 ഡിസംബർ 31-ന് വന്ന ചട്ടഭേദഗതി. ഈ 2 ഭേദഗതിയും പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തില് നമ്മളുടെ ഭരണഘടനയായ നമ്മളുടെ നിയമാവലിയിൽ സമഗ്ര ഭേദഗതി ആവശ്യമാണ്. എങ്ങനെയാണ് സഹകരണ സ്ഥാപനങ്ങളുടെ നിയമാവലി ഭേദഗതി ചെയ്യാൻ കഴിയുക? ആ വ്യവസ്ഥയാണ് കേരള സഹകരണ സംഘ ചട്ടം 9-ൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ബയലോ അമെൻമെന്റ് ചട്ടം 9-ൽ എന്താണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്? ഇപ്പോഴത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു സഹകരണ സ്ഥാപനത്തിലെ അംഗങ്ങളുടെ എണ്ണം 1000-ത്തിലധികമാണ് എങ്കിൽ അങ്ങനെയുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ പൊതുയോഗ നോട്ടീസ് 2 പ്രാദേശിക ദിനപത്രങ്ങളിൽ പരസ്യം ചെയ്യണം. ആ പരസ്യത്തില് 4 കാര്യങ്ങൾ മാത്രം കാണിച്ചാൽ മതി: പൊതുയോഗ ദിവസം, പൊതുയോഗ സ്ഥലം, പൊതുയോഗ സമയം, പൊതുയോഗത്തിന്റെ കാര്യപരിപാടികൾ, അജണ്ട. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നിയമാവലി ഭേദഗതി വരുത്തേണ്ട പൊതുയോഗമാണെങ്കിൽ, ചർച്ച ചെയ്യുന്ന പൊതുയോഗമാണെങ്കിൽ ആ നിയമാവലി ഭേദഗതിയുടെ സമഗ്ര രൂപം പത്രപരസ്യത്തിൽ കാണിക്കണമായിരുന്നു. ഇപ്പൊ 9-ാം ചട്ടപ്രകാരം അത് വേണ്ട. പത്രപരസ്യം നടത്തുമ്പോൾ ചെറിയ ഒരു പരസ്യം മതി. ഏത് ദിവസം, ഏത് സ്ഥലത്ത്, ഏത് സമയത്ത് പൊതുയോഗം നടത്തുന്നു, ആ പൊതുയോഗത്തിന്റെ കാര്യപരിപാടികൾ എന്തൊക്കെയാണ്. ആ പൊതുയോഗത്തിൽ നിയമാവലി ഭേദഗതി ഉണ്ടെങ്കിൽ ആ നിയമാവലി ഭേദഗതിയുടെ പൂർണ്ണ രൂപം
ഈ 4 വിഷയങ്ങളോടൊപ്പം പൊതുയോഗ ദിവസം, പൊതുയോഗ സ്ഥലം, പൊതുയോഗ സമയം, കാര്യപരിപാടി എന്നിവയോടൊപ്പം ആ നിയമാവലി ഭേദഗതിയുടെ പൂർണ്ണ രൂപം ആ സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസിലും ശാഖകളിലും നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം. 2, ആ സ്ഥാപനത്തിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ കേരള ബാങ്കിന്റെ ശാഖകൾ ഉണ്ടെങ്കിൽ കേരള ബാങ്കിന്റെ ശാഖകളിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം. 3, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ പ്രവർത്തന പരിധിക്കുള്ളിലുള്ള ഏത് ഗ്രാമപഞ്ചായത്താണോ ആ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഓഫീസിൽ ഏതിലെങ്കിലും ഒന്നിൽ മതി, ആ ഓഫീസിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം. 4, ഏത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറലിന്റെ കീഴിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് ആ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറലിന്റെ ഓഫീസിലും അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റിന്റെ ഓഫീസിലും ബന്ധപ്പെട്ട സർക്കിൾ യൂണിയൻ ഓഫീസിലും ഈ നിയമാവലി ഭേദഗതി ഉൾപ്പെടെയുള്ള പൊതുയോഗത്തിന്റെ വിശദ വിവരങ്ങൾ നോട്ടീസിൽ പ്രസിദ്ധീകരിക്കണം. 5, ഈ പൊതുയോഗം നടക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള ഒരു വിവരം അംഗങ്ങൾക്ക് ഇമെയിലായോ SMS ആയോ അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ പ്രാദേശിക ടെലിവിഷൻ ചാനലിൽ പ്രദർശിപ്പിക്കണം. അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന കവലകളില് ബാനർ എഴുതി പ്രദർശിപ്പിക്കണം. ആ ബാനറിലും ലോക്കൽ ടെലിവിഷൻ ചാനലിലും ഇമെയിലിലും ഒക്കെ ഡേറ്റ് മാത്രം കാണിച്ചു. ഇത്രയും നടപടികളാണ് ഇപ്പോൾ നിയമാവലി ഭേദഗതിക്ക് ചട്ടം 9 നിഷ്കർഷിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ വർഷം 2025 സെപ്റ്റംബർ 30 മുമ്പ് നടത്തുന്ന 2023-24-25 സാമ്പത്തിക വർഷത്തെ വാർഷിക പൊതുയോഗത്തിൽ ഇങ്ങനൊരു സമഗ്ര ഭേദഗതി നിയമാവലിയിൽ വരുത്തേണ്ട ആവശ്യകതയുള്ളത് കാരണം വലിയ ഒരു പാഴ്ചെലവ് നമുക്ക് ഒഴിവായി. നമുക്കറിയാം 2 പത്രത്തില് ഈ ഇത്രയും നിയമ ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ നിയമാവലി ഭേദഗതി വരുത്തുമ്പോൾ വലിയൊരു ചെലവ് ആ പരസ്യത്തിന് നമ്മൾ വഹിക്കണമായിരുന്നു. അത് ഒഴിവായത് വലിയൊരു സ്വീകാര്യമായ കാര്യമാണ്. കാരണം ഇത് പത്രപരസ്യത്തിൽ എത്ര സ്വകാര്യങ്ങളാണ് ഇതൊക്കെ വായിക്കാറുള്ളത്. ഒരു അനാമത്തെ ചെലവായിരുന്നു. ഒരു നല്ല ഒരു ഭേദഗതിയായിട്ട് നമുക്ക് അതിനെ കാണാം. അതാണ് ആദ്യമായി നമ്മുടെ നിയമാവലിയിൽ നമ്മൾ വരുത്തേണ്ടത്. നമ്മുടെ നിയമാവലിയിൽ നിലവിലുള്ള വ്യവസ്ഥ ഭേദഗതി ചെയ്ത് നിയമാവലി ഭേദഗതിക്ക് ഈ ചട്ടം 9 പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ നമ്മൾ ഉൾപ്പെടുത്തണം. അതാണ് ഒന്നാമത്തെ കാര്യം. 2, അംഗത്വം 16-ാം വകുപ്പിലും 16-ാം ചട്ടത്തിലുമാണ് അംഗത്വത്തെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അന്നേരം അംഗത്വവുമായി ബന്ധപ്പെട്ട് 32-33 വകുപ്പുകളില് അഡ്മിനിസ്ട്രേറ്റർമാരോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ അംഗത്വം കൊടുക്കാം. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്കുള്ള അധികാരങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കുണ്ട്. അങ്ങനെ 32-ാം വകുപ്പ് അനുസരിച്ച് ഭരണസമിതിയെ പിരിച്ചുവിട്ട സ്ഥാനത്ത് ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ 3-ൽ അംഗങ്ങളുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ വെച്ച് കഴിഞ്ഞാൽ ആ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് ആ സ്ഥാപനത്തിൽ നിന്നുള്ള വായ്പാ സഹായമോ അല്ലെങ്കിൽ മറ്റ് സേവനങ്ങളോ ലഭിക്കണമെങ്കിൽ ആ വ്യക്തി അംഗമായിരിക്കണം. അങ്ങനെ അംഗത്വത്തിനുള്ള അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർക്കും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കും അംഗത്വം നൽകാം. പക്ഷേ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ അംഗത്വം നൽകുന്നവർക്ക് വോട്ടവകാശം ലഭിക്കണമെങ്കിൽ തുടർന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അധികാരത്തിൽ വന്ന് 1 വർഷത്തിനുള്ളിൽ ഈ അഡ്മിനിസ്ട്രേറ്ററോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയോ നൽകിയ അംഗത്വം ആർക്കൊക്കെയാണോ ആ അംഗത്വം റാറ്റിഫൈ ചെയ്യണം. ഇതാണ് ഒരു ഭേദഗതി. അന്നേരം നമ്മുടെ നിയമാവലിയിലും ഈ വ്യവസ്ഥ ഉൾപ്പെടുത്തണം. അഡ്മിനിസ്ട്രേറ്ററുടെയോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയോ ഭരണകാലത്ത് അംഗത്വം ലഭിച്ച വ്യക്തികൾക്ക് അംഗത്വ അവകാശം, വോട്ടവകാശം ഉൾപ്പെടെയുള്ള അംഗത്വ അവകാശം വിനിയോഗിക്കണമെങ്കിൽ തുടർന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അധികാരത്തിൽ വന്നു കഴിഞ്ഞ് ആ അംഗത്വം റാറ്റിഫൈ ചെയ്യണം എന്ന വ്യവസ്ഥ നമ്മുടെ നിയമാവലിയിൽ കൊണ്ടുവരണം. 3-ാമത്തത് നമ്മുടെ 18-ാം വകുപ്പിൽ വന്നൊരു ഭേദഗതിയാണ് നോമിനൽ മെമ്പർമാർ. അപ്പൊ നമ്മുടെയൊക്കെ നിയമാവലിയിൽ നോമിനൽ മെമ്പർമാർക്ക് സ്വർണ്ണപ്പണയ വായ്പ, ചിട്ടിക്ക് ജാമ്യം നിൽക്കുക, ഇങ്ങനെയുള്ള പരിമിതമായ അധികാര അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ നിയമ ഭേദഗതിയിൽ 18-ാം വകുപ്പിൽ വന്ന ഭേദഗതിയിൽ കാർഷിക വായ്പ ഒഴികെയുള്ള മറ്റെല്ലാ വായ്പകളും
നാമമാത്ര പരിമിത അംഗങ്ങൾക്ക് നിയമാവലി വ്യവസ്ഥയുണ്ടെങ്കിൽ നൽകാം എന്ന് വന്നിരിക്കുകയാണ്. നമ്മളുടെ നിയമാവലി പ്രത്യേകിച്ച് നിക്ഷേപത്തിന്റെ 10-50% മാത്രം വായ്പയുള്ള CD റേഷ്യോ വളരെ കുറവുള്ള സ്ഥാപനങ്ങൾക്ക് ആ മിച്ച ഫണ്ട് കേരള ബാങ്കിൽ നിക്ഷേപിച്ചാൽ ലഭിക്കുന്ന തുച്ഛമായ പലിശ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ലഭ്യമായ നിക്ഷേപത്തിൽ ലെൻഡബിൾ ഫണ്ട് പരമാവധി വായ്പാ മേഖലയിൽ തന്നെ വിനിയോഗിക്കുന്നതിന് നാമമാത്ര പരിമിത അംഗങ്ങൾക്കും സ്വർണ്ണപ്പണയ വായ്പ മാത്രമല്ല കാർഷിക വായ്പകൾ ഒഴികെയുള്ള മറ്റെല്ലാ വായ്പകൾ നൽകുന്നതിന് നിയമാവലി വ്യവസ്ഥ കൊണ്ടുവരണം. അത് നമ്മുടെ നിയമാവലിയിൽ വരുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ്. അടുത്തത് ഓഹരി മൂലധനത്തിന്റെ മുഖവില വർദ്ധിപ്പിക്കുക. പല സ്ഥാപനങ്ങളും ഓഹരിയുടെ ഫേസ് വാല്യൂ, ഓഹരിയുടെ മുഖവില വർദ്ധിപ്പിക്കാറുണ്ട്. അത് പൊതുയോഗ തീരുമാനത്തിലൂടെയാണ് വർദ്ധിപ്പിക്കുന്നത്. 20 രൂപ മുഖവില ഉണ്ടായിരുന്ന ഷെയറുകൾ 50 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മുഖവില വർദ്ധിപ്പിക്കുമ്പോൾ അതൊരു ചെലവേറിയ പ്രക്രിയയാണ്. ഒന്ന്, മുഖവില വർദ്ധിപ്പിച്ചുകൊണ്ട് പൊതുയോഗ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പത്രപരസ്യം നടത്തിയ അംഗങ്ങളെ അറിയിച്ചാൽ പോരാ, നിലവിലുള്ള എല്ലാ അംഗങ്ങളെയും നോട്ടീസ് നൽകിക്കൊണ്ട് ഇത്രാം തീയതി നടന്ന പൊതുയോഗത്തിൽ ഓഹരിയുടെ മുഖവില ഇത്ര രൂപയിൽ നിന്ന് ഇത്ര രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു, അംഗങ്ങൾക്ക് അവരുടെ ഓഹരിയിൽ അധികമായി അടയ്ക്കേണ്ട തുക ഇത്ര നാൾക്കുള്ളിൽ അടയ്ക്കാമെന്ന് കാണിച്ചുകൊണ്ടുള്ള കത്ത് വ്യക്തിപരമായി എല്ലാ അംഗങ്ങൾക്കും നൽകിയിരിക്കണം. ഔട്ട് ടു സെർവ് നോട്ടീസ് എന്ന് ചട്ടത്തിൽ പറയുന്നുണ്ട്. സാധാരണ തപാലിൽ അയച്ച പോരാ, ഓർഡിനറി പോസ്റ്റിൽ പോരാ, രജിസ്റ്റേർഡ് പോസ്റ്റിലോ സ്പീഡ് പോസ്റ്റിലോ കൊറിയർ പോസ്റ്റിലോ ആയിട്ട്. ചെലവേറിയ ഒരു പ്രക്രിയയാണ്. 10-20,000 ഒക്കെ അംഗങ്ങളുള്ള ഒരു സ്ഥാപനത്തിന് ഈ 20,000 പേർക്ക് ഇതുപോലെ രജിസ്റ്റേർഡ് പോസ്റ്റിൽ കത്തയക്കുക എന്ന് പറയുന്ന വലിയ ചെലവുള്ളൊരു കാര്യം. ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം? ഈ അനാവശ്യ ചെലവ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? പൊതുയോഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എടുത്തത് ഓഹരി മുഖവില വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. ആ മുഖവിലയിലെ വർധനമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഉൾപ്പെടെ വഹിക്കുന്നതിന് പര്യാപ്തമായിരിക്കണം. അതുകൊണ്ട് 20 രൂപ മുഖവിലുള്ളത് 50 രൂപയാക്കിയ പോരാ, 20 രൂപ മുഖവിലുള്ള ഷെയർ 100 രൂപയായോ 200 രൂപയായോ വർദ്ധിപ്പിച്ചാൽ മാത്രമേ അതുകൊണ്ട് സ്ഥാപനത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടാകൂ. അതിവിടെ ചട്ടത്തിൽ വരുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭേദഗതി എന്ന് പറയുന്നത്, ഓഹരിയുടെ മുഖവില വർദ്ധിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനമെടുത്ത ദിവസം മുതൽ 5 വർഷക്കാലത്തേക്ക് നിലവിലുള്ള അംഗങ്ങൾക്ക് അധിക ഓഹരി പണം അടയ്ക്കാനുള്ള ഒരു സാവകാശം നൽകിയിരിക്കുകയാണ് വകുപ്പ് 19. 5 വർഷത്തേക്ക്. നമ്മുടെ നിയമാവലിയിൽ അതനുസരിച്ച് ഭേദഗതി വരുത്തണം. ഓഹരിയുടെ മുഖവില വർദ്ധിപ്പിച്ചുകൊണ്ട് പൊതുയോഗ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ പൊതുയോഗ തീയതി മുതൽ 5 വർഷത്തിനുള്ളിൽ അംഗങ്ങൾക്ക് അവരുടെ ഓഹരിയിൽ അധിക പണം അടച്ചുകൊണ്ട് അംഗത്വം അവകാശം വിനിയോഗിക്കാവുന്നതാണ്. ഇവിടെ 5 വർഷത്തെ സാവകാശം കൊടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെയും ആ അംഗത്വ അവകാശം വിനിയോഗിക്കണമെങ്കിൽ, പൊതുയോഗത്തിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുക, മത്സരിക്കുക, ഇങ്ങനെയുള്ള അംഗത്വ അവകാശം വിനിയോഗിക്കണമെങ്കിൽ അധിക ഓഹരി പണം അടച്ച ശേഷം മാത്രമേ അനുവദിക്കാവൂ. 5 വർഷത്തേക്ക് അവരുടെ പേര് മെമ്പർഷിപ്പ് രജിസ്റ്ററിൽ കാണും. 5 വർഷം പൂർത്തിയായിട്ടും അടയ്ക്കാതിരിക്കുമ്പോൾ മാത്രമാണ് അവരെ അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. മെമ്പർമാർക്ക് 5 വർഷത്തെ സാവകാശമാണ് ഈ 19-ാം വകുപ്പിലെ ഭേദഗതിയിലൂടെ ഓഹരികളില് മുഖവില വർദ്ധിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അധിക പണം അടയ്ക്കുന്നതിനുള്ള സാവകാശം നൽകിയിരിക്കുന്നത്. അടുത്തത് കേരള സഹകരണ സംഘ നിയമത്തിന്റെ 19B വകുപ്പാണ്. എന്തൊക്കെ വിവരങ്ങൾ ഒരു സംഘത്തിൽ നിന്ന് അംഗത്തിന് ലഭിക്കാനുള്ള അവകാശമുണ്ട്? എന്തൊക്കെ അവകാശങ്ങളാണ്? ഒന്ന്, ആൻ അപ് ടു ഡേറ്റ് കോപ്പി ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, സമീപകാലത്ത് വന്ന ഭേദഗതി ഉൾപ്പെടെയുള്ള കേരള സഹകരണ സംഘ നിയമം. 2, കേരള സഹകരണ സംഘ ചട്ടം. 3, ആ സ്ഥാപനത്തിന്റെ റീസെന്റ് അമെന്റ്മെന്റോട് കൂടിയ നിയമാവലി. 4, ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, ഏറ്റവും അവസാന വർഷത്തെ ഓഡിറ്റ് ചെയ്ത ബാക്കി പത്രത്തിന്റെ കോപ്പി. 5, ആ അംഗവും സ്ഥാപനവുമായി നടത്തിയ ഇടപാടുകൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ആ അക്കൗണ്ട് ബുക്കുകൾ നോക്കുന്നതിനുള്ള, പരിശോധിക്കാനുള്ള അവകാശം. ഈ അവകാശത്തിനോടൊപ്പം ഒരു പുതിയ അവകാശം കൂടി ഈ നിയമ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ അവകാശം എന്ന് പറയുന്നത് തൊട്ടു മുൻ വർഷത്തെ ഓഡിറ്റിൽ കണ്ട ന്യൂനതകൾ എന്തൊക്കെയാണ്? ന്യൂനതാ സംഗ്രഹം,
ആ ന്യൂനതകള് എങ്ങനെ പരിഹരിക്കുന്നതിനാണ് കമ്മിറ്റി തീരുമാനമെടുത്ത് പൊതുയോഗത്തിന്റെ അംഗീകാരം വാങ്ങിയത്. ആ ന്യൂനതാ സംഗ്രഹവും അതുപോലെ തന്നെ അതിന്റെ പരിഹാരവും, കമ്മിറ്റി തീരുമാനവും പൊതുയോഗ തീരുമാനവും ഒരംഗം ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥമാണ്. അതാണ് 19(b)യിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി. അടുത്തത് സഹകരണ നിയമത്തിന്റെ 22-ാം വകുപ്പിൽ വരുത്തിയ ഒരു ഭേദഗതിയാണ്. അത് അർബൻ ബാങ്കുകൾക്ക് ബാധകമായ ഒരു വ്യവസ്ഥയാണ്. കേരള സഹകരണ സംഘ നിയമത്തിന്റെ 22-ാം വകുപ്പിൽ ഒരു അംഗത്തിന് കൈവശം വെക്കാവുന്ന ഓഹരിയെ കുറിച്ചുള്ള ഒരു നിയന്ത്രണമാണ് വ്യവസ്ഥയിരിക്കുന്നത്. അതൊരു വേഗ് കൺസെപ്റ്റ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സംഘത്തിന്റെ ഓഹരി മൂലധനത്തിന്റെ 1/5 ഭാഗം ഒരംഗത്തിന് കൈവശം വെക്കാം. ഇതാണ് നിലവിലുള്ള വ്യവസ്ഥ. ഒരു പുതിയ വ്യവസ്ഥ ഇപ്പോൾ കൂട്ടിച്ചേർത്തു. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കാര്യത്തിൽ, അർബൻ സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധനത്തിന്റെ 1/5 ഭാഗം വളരെ വ്യക്തമായി അത് വ്യവസ്ഥീകരിക്കുകയാണ്. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ വ്യവസ്ഥ അതാണ്. ഒരംഗത്തിന് കൈവശം വെക്കാവുന്ന ഒരു അർബൻ ബാങ്കിന്റെ പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധന തുകയുടെ 20% 1/5 ഭാഗം എന്നാണ്. അതനുസരിച്ച് നമ്മൾ നിയമ ഭേദഗതി വരുത്തി. പക്ഷെ മറ്റ് സംഘങ്ങൾക്കൊക്കെ ഇപ്പോഴും അത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലായിട്ടാണ് കിടക്കുന്നത്. അംഗീകൃത ഓഹരി മൂലധനത്തിന്റെ 1/5 ഭാഗം. നമ്മുടെയൊക്കെ നിയമാവലിയിൽ അത് തന്നെയാണ് വ്യവസ്ഥയിരിക്കുന്നത്. പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധനത്തിന്റെ അല്ല, അംഗീകൃത ഓഹരി മൂലധനത്തിന്റെ 1/5 ഭാഗം 20% ഒരംഗത്തിന് കൈവശം വെക്കാം. ഇപ്പോൾ വരുത്തിയിരിക്കുന്ന 22-ാം വകുപ്പിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി അനുസരിച്ച് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കാര്യത്തിൽ അത് പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധനത്തിന്റെ 1/5 ഭാഗമായി നിയന്ത്രിച്ചിരിക്കുന്നു. അടുത്തത് 28-ാം വകുപ്പിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതിയാണ്. 28-ാം വകുപ്പിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി എന്താണ്? 28-ാം വകുപ്പ് 28-ാം വകുപ്പ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥയാണ് 28-ാം വകുപ്പിലെ വ്യവസ്ഥ. ഇവിടെ 28(1)(c) 2013 കൊണ്ടുവന്ന ഒരു വ്യവസ്ഥയാണ് 28(1)(c) എന്ന് പറയുന്നത്. എന്താണത്? സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയിൽ ഒരു നിക്ഷേപ പ്രതിനിധി ഉണ്ടായിരിക്കണം. സംവരണ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? 3 വനിതകള്, ഒരു പട്ടികജാതി പട്ടികവർഗ പ്രതിനിധി, ഒരു നിക്ഷേപ പ്രതിനിധി. 3, 4, 1, 5 റിസർവേഷൻ ആയിരുന്നു നമ്മുടെ ബോർഡിൽ ഉണ്ടായിരുന്നു. ആ നിക്ഷേപ പ്രതിനിധിയുടെ യോഗ്യത എന്ന് പറയുന്നത് 10,000 രൂപയിൽ കുറയാതെ നിക്ഷേപമുള്ള നിക്ഷേപ പ്രതിനിധിയായിരുന്നു. ആ 10,000 രൂപ എന്നുള്ള പരിധി ഇപ്പോഴത്തെ നിയമ ഭേദഗതിയിൽ 25,000 രൂപയിൽ കുറയാത്ത നിക്ഷേപം എന്നാക്കി. മാത്രമല്ല ഒരു വിശദീകരണം കൂടെ അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിക്ഷേപം 25,000 രൂപയിൽ കുറയാത്ത നിക്ഷേപം ഭരണസമിതി അംഗമായി തുടരുന്ന 5 വർഷക്കാലവും അവിടെ നിലനിർത്തിയിരിക്കണം. ഈ വ്യവസ്ഥ കൊണ്ടുവരാൻ ഒരു കാരണം വയനാട് ജില്ലയിലെ പൂതാടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കേരള ഹൈക്കോടതി വിധിയാണ്. പൂതാടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ജോസ് കയ്യിതമറ്റ സാർ. അദ്ദേഹം അവിടെ നിക്ഷേപ പ്രതിനിധിയായിട്ടാണ് ബാങ്കിന്റെ ഭരണസമിതിയിൽ വന്നത്. പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹത്തിന്റെ നിക്ഷേപത്തിന്റെ ഈടിന്മേൽ ഒരു വായ്പ എടുത്തു. ആ വായ്പ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു സംഘ അംഗം തന്നെ അതിന് എതിരെ കേരള ഹൈക്കോടതിയിൽ ഭരണസമിതി അംഗമായി തുടരാനുള്ള യോഗ്യതയില്ല, അൺഎൻകംബേർഡ് ഡെപ്പോസിറ്റിൽ ഒരു ബാധ്യത വന്നിരിക്കുന്നു, അത് കാരണം പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല, നീക്കം ചെയ്യണം, അയോഗ്യനാക്കണം എന്നതായിരുന്നു പ്രയർ. ആ വിഷയത്തിൽ കേരള ഹൈക്കോടതിയിൽ വന്ന വിധിയിലാണ് നിക്ഷേപ പ്രതിനിധിയുടെ നിക്ഷേപം അൺഎൻകംബേർഡ് ആയിരിക്കണം, ആ നിക്ഷേപത്തിൽ ഒരു ബാധ്യതയും ഉണ്ടാകാൻ പാടില്ല. ഭരണസമിതി അംഗമായി മത്സരിക്കുമ്പോൾ മാത്രം ഈ നിക്ഷേപം ഉണ്ടായാൽ പോരാ, ഭരണസമിതി അംഗമായി തുടരുന്ന നാൾ അത്രയും 5 വർഷക്കാലവും ഈ 25,000 രൂപയിൽ കുറയാതെ നിക്ഷേപം ഉണ്ടായിരിക്കണം. ആ നിക്ഷേപത്തിൽ ഒരു ബാധ്യതയും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇപ്പോൾ നമ്മുടെ സഹകരണ നിയമത്തിലെ 28(1)(c)യിൽ വരുത്തിയിരിക്കുന്ന ഒരു ഭേദഗതി. 25,000 ആയിട്ട് അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2, 28-ാം വകുപ്പിലെ ഉപവകുപ്പ് 1(g) 2013 കൊണ്ടുവന്നതാണ് 28(1)(g). എല്ലാ സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയിലും 2 വിദഗ്ധരെ ഉണ്ടായിരിക്കണം. വിദഗ്ധരെ കോപ്റ്റ് ചെയ്യണം, തെരഞ്ഞെടുക്കുകയല്ല വേണ്ടത്, കോപ്റ്റ് ചെയ്യാണ് വേണ്ടത്.
വിദഗ്ധർ എന്ന പദത്തിന് നിർവചനവും കൊടുത്തിട്ടുണ്ട്. വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു വാണിജ്യ ബാങ്കിലോ അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ മുൻ ജില്ലാ സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ ഒരു അർബൻ സഹകരണ ബാങ്കിലോ അല്ലെങ്കിൽ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്കിലോ മാനേജീരിയൽ പദവിയിൽ സർവീസിലുള്ളതോ അല്ലെങ്കിൽ മാനേജീരിയൽ പദവിയിൽ വിരമിച്ചതോ ആയ വ്യക്തി. വിരമിച്ചത് എങ്ങനെയായിരിക്കണം? 10 വർഷത്തിൽ കുറയാതെ ആ മാനേജീരിയൽ പദവിയിൽ സർവീസ് ഉള്ള ആളായിരിക്കണം. കൂടാതെ ഗ്രാജുവേഷൻ വിദ്യാഭ്യാസ യോഗ്യതയുമാണ്. അല്ല, മാനേജർ പദവിയിൽ ജോലി ചെയ്ത് വിരമിച്ച ആളായാൽ മാത്രം പോരാ. ആ മാനേജറിയ പദവിയിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെങ്കിൽ ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്ററോ അതിന് മുകളിലുള്ള തസ്തികകളാണ് മാനേജറിയ പദവി എന്ന് പറയുന്നത്. ആ തസ്തികയിൽ 10 വർഷത്തിൽ കുറയാതെ സേവനം പൂർത്തിയാക്കിയിരിക്കണം. മാത്രവുമല്ല, വിദ്യാഭ്യാസ യോഗ്യതയെന്നും ഇളവ് കിട്ടി പ്രൊമോഷൻ വാങ്ങിയ ഒരാളാണെങ്കിൽ അയോഗ്യനാണ്. ഗ്രാജുവേഷൻ വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മാനേജ്മെന്റിലോ എക്കണോമിക്സിലോ സഹകരണ മാനേജ്മെന്റിലോ ഫിനാൻസിലോ അക്കൗണ്ടിങ്ങിലോ ലോയിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ പ്രാവീണ്യമുള്ള വ്യക്തിയായിരിക്കണം. അത് ചട്ടത്തിൽ പറയുന്നുണ്ട്. MBA വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ CA വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ MCOM കോർപ്പറേഷൻ അല്ലെങ്കിൽ BCom വിത്ത് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് JDC ഓർ HDC ഇങ്ങനെയുള്ള യോഗ്യതകളുള്ളവരായിരിക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും യോഗ്യതയുള്ള ആളിനെ വേണം കോപ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് ഇന്നലെയോ മിഞ്ഞാന്നോ ഒന്നും വന്നതല്ല. 2013 97 ഭരണഘടനാ ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ കേരള സഹകരണ സംഘ നിയമത്തിൽ ഒരു സമഗ്ര ഭേദഗതി 34 വകുപ്പുകളിൽ നിന്ന് ഭേദഗതി വന്നു. ആ ഭേദഗതിയിൽ കൊണ്ടുവന്നതാണ് 28(1)G. പക്ഷേ കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ 5% സ്ഥാപനങ്ങളിൽ പോലും നാളിതുവരെ ഈ 2 വിദഗ്ധരെ കോപ്റ്റ് ചെയ്തിട്ടില്ല. എന്താണ് ഈ വിദഗ്ധർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നിയോഗിക്കുന്ന വ്യക്തികളാണ് പാനലിൽ വരിക. അവർക്ക് എനിക്കിവിടെ ധാരാളം സഹകരണ സ്ഥാപനങ്ങളുടെ സ്ഥിതി അറിയാം. സഹകരണമായി യാതൊരു പരിചയവും ഇല്ലാത്ത ആളുകളാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഭരണസമിതിയിൽ വരുമ്പോഴാണ് കണ്ടള ബാങ്ക് പോലെ കരുവന്നൂർ ബാങ്ക് പോലെയുള്ള അപജയങ്ങൾ ഉണ്ടാകും. കാരണം ഭരണസമിതിയിൽ വിദഗ്ധരുണ്ടായിരിക്കണം. അങ്ങനെ വിദഗ്ധർ വന്നു കഴിഞ്ഞാൽ ഭരണസമിതിയിൽ നയപരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. അപകടകരമായ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതിനൊക്കെ വൈദഗ്ധ്യമുള്ള 2 പേര് വേണം. ഇത് 2013 വന്നിട്ട് ഒരു 5% സംഘങ്ങളിൽ പോലും ഇപ്പോഴും വിദഗ്ധരെ കോപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 28(1)Gക്ക് ഒരു പുതിയ ക്ലോസ് കൊണ്ടുവന്നു. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷം പൂർത്തിയായിട്ടും 2 വിദഗ്ധരെ കോപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, 1 വർഷമാണ് 6 മാസമാണ്. 6 മാസം. ഓക്കെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസമായിട്ടും വിദഗ്ധരെ കോപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സഹകരണ സംഘം രജിസ്ട്രാർ ആ സംഘത്തിനോട് ആവശ്യപ്പെടും, 28(1)G പ്രകാരം 2 വിദഗ്ധരെ നിങ്ങൾ നാളിതുവരെ ഭരണസമിതിയിലോട്ട് കോപ്റ്റ് ചെയ്തിട്ടില്ല, 1 മാസത്തിനകം കോഷൻ നടത്തണം. അങ്ങനെ നോട്ടീസ് നൽകി 1 മാസം കഴിഞ്ഞിട്ടും വിദഗ്ധരെ കോപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലാണ് രജിസ്ട്രാർ തന്നെ അവിടെ 2 പേരെ കോപ്റ്റ് ചെയ്യും എന്ന വ്യവസ്ഥ വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ആ അധികാരം രജിസ്ട്രാർ ഇൻവോക്ക് ചെയ്തിട്ടില്ല. നിരവധി സഹകരണ സ്ഥാപനങ്ങളിൽ ഭരണസമിതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 1 കൊല്ലമായിട്ട് ഇതുവരെ കോപ്റ്റ് ചെയ്യാത്ത നിരവധി സ്ഥാപനങ്ങളുണ്ട്. ആ രജിസ്ട്രാറുടെ അധികാരം ഇതുവരെ ഇൻവോക്ക് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ നിയമാവലി ഭേദഗതി ചെയ്യുമ്പോൾ നിർബന്ധമായും ആ നിയമാവലി ഈ വ്യവസ്ഥ വേണം. 6 മാസത്തിനുള്ളിൽ കോപ്റ്റ് ചെയ്യുക. ആ കോപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കേണ്ട അനുഭവ സമ്പത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത എന്താണോ ചട്ടത്തിലും നിയമത്തിലും വ്യവസ്ഥയിരിക്കുന്നത് അത് പ്രകാരം നമ്മുടെ നിയമാവലിയിൽ വ്യവസ്ഥ കൊണ്ടുവരണം. അടുത്തത് ഭരണസമിതി അംഗങ്ങൾക്ക് തുടർച്ചയായ 3 ടേമിൽ കൂടുതൽ, ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ഭരണസമിതി അംഗങ്ങൾക്ക് തുടർച്ചയായ 3 ടേമിൽ കൂടുതൽ ഭരണസമിതി അംഗമായി തുടരാൻ സാധിക്കുകയില്ല. 3 ടേം. അതിലിത് ചില ആൾക്കാർ എന്നോട് സംശയം ചോദിക്കാറുണ്ട്, സാറേ 3ാമത്തെ ടേം ആകുമ്പോൾ കാലാവധി തീരുന്നതിന്
ഒരു 5-6 മാസം മുമ്പ് ഞാൻ രാജിവെച്ചാൽ 3 ടേം പൂർത്തിയാകുന്നില്ല, പിന്നെ എനിക്ക് അടുത്ത ടേമിൽ മത്സരിക്കാൻ പറ്റിയല്ല. തുടർച്ചയായ 3 ടേമിൽ കൂടുതൽ മത്സരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഭരണസമിതി അംഗമാകാൻ പാടില്ല എന്നല്ല. 3 ടേമിൽ മത്സരിച്ച് ബോർഡ് മെമ്പറായെങ്കിൽ 4ാമത്തെ ടേമില്, അതിനു മുമ്പ് പുള്ളി രാജിവെച്ച് മാറിയാൽ തന്നെ 4ാമതൊരു ടേമിൽ മത്സരിക്കാൻ പറ്റിയല്ല. 5 വർഷം മാറി നിന്ന ശേഷം വീണ്ടും ഭരണസമിതി അംഗമായി മത്സരിക്കാനായിട്ട് സാധിക്കും. അന്നേരം ഭരണസമിതി അംഗങ്ങൾക്ക് 3 ടേമിൽ കൂടുതൽ തുടർച്ചയായി വായ്പാ സംഘങ്ങളുടെ ഭരണസമിതി അംഗങ്ങൾക്ക് ബോർഡിലോട്ട് മത്സരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കുകയില്ല എന്നത് സഹകരണ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അത് പ്രകാരം നമ്മുടെ നിയമാവലിയിലും വ്യവസ്ഥ കൊണ്ടുവരേണ്ടതാണ്. ഇനി അടുത്തത് മിനിറ്റ്സ് ബുക്കുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് മിനിറ്റ്സ് ബുക്ക് സാധാരണ സെക്രട്ടറിയാണ് എഴുതാറുള്ളത്, മിനിറ്റ്സ് എഴുതാറുള്ള സെക്രട്ടറിയാണ്, പക്ഷേ കസ്റ്റോഡിയൻ സെക്രട്ടറി തന്നെയാണ്. സഹകരണ നിയമത്തില് 43ാം ചട്ടമാണെന്ന് തോന്നുന്നു. സെക്രട്ടറി ഷാൽ ബി ദ കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ്, സെക്യൂരിറ്റീസ്, ബുക്സ്, രജിസ്റ്റേഴ്സ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ് ഓഫ് ദ സൊസൈറ്റി സബ്ജക്ട് ടു ദ ഓവറോൾ കൺട്രോൾ ഓഫ് ദ പ്രസിഡന്റ്. ഇതിന്റെയൊക്കെ സൂക്ഷിപ്പുകാരൻ സെക്രട്ടറിയാണ്, പക്ഷേ ഓവറോൾ കൺട്രോൾ പ്രസിഡന്റിന് ഉണ്ടായിരിക്കും. മിനിറ്റ്സ് ബുക്കിന്റെ സൂക്ഷിപ്പുകാരൻ സെക്രട്ടറിയാണ്. ആ മിനിറ്റ്സ് ബുക്ക് പ്രസിഡന്റോ കമ്മിറ്റി അംഗങ്ങളോ പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. സെക്രട്ടറി അത് കൊടുക്കണം. പക്ഷേ ആ മിനിറ്റ്സ് ബുക്ക് ബാങ്കിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്നതിന് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കാൻ പാടില്ല. അവിടെ ഇരുന്ന് അത് നോക്കാം, അത് പരിശോധിക്കാം. പുറത്ത് കൊണ്ടുപോകാൻ അനുവദിച്ചുകൂടാ. ആർക്കായാലും അത് പുറത്ത് കൊണ്ടുപോകാൻ അനുവദിക്കാൻ പാടില്ല. പ്രവർത്തന സമയങ്ങളിൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ട് ആ മിനിറ്റ്സ് ബുക്ക് വാങ്ങി പരിശോധിക്കാം. ഇനി മിനിറ്റ്സ് എഴുതേണ്ടത് ആരാണ്? പ്രസിഡന്റിന് എഴുതാം, അല്ലെങ്കിൽ പ്രസിഡന്റ് ചുമതലപ്പെടുത്തുന്ന ഒരു കമ്മിറ്റി അംഗത്തിന് എഴുതാം, അല്ലെങ്കിൽ സെക്രട്ടറിക്ക് എഴുതാം. സെക്രട്ടറി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഈ 3 പേർക്ക് എഴുതാം. പ്രസിഡന്റിനോ ഒരു കമ്മിറ്റി അംഗത്തിനോ സെക്രട്ടറിക്കോ മിനിറ്റ്സ് ബുക്ക് രേഖപ്പെടുത്താം. അത് നമ്മുടെ ചട്ടത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. മിനിറ്റ്സ് ബുക്കില് നിർബന്ധമായും ബ്ലാങ്ക് സ്പേസ് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് സ്കോർ ഔട്ട് ചെയ്യണം. വെട്ടോ തിരുത്തോ ഓവർ റൈറ്റിങ്ങോ ഉണ്ടെങ്കിൽ ആ മിനിറ്റ്സിന്റെ അടിയിൽ അത് രേഖപ്പെടുത്തണം. അതിനുശേഷം വേണം ആ മീറ്റിംഗിൽ പങ്കെടുത്ത ഭരണസമിതി അംഗങ്ങൾ അതിൽ ഒപ്പിടേണ്ടത്. ഇത് നമ്മളുടെ സഹകരണ ചട്ടത്തിൽ നേരത്തെ ഈ വ്യവസ്ഥയില്ലായിരുന്നു. ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ വ്യവസ്ഥയാണ്. അടുത്തത് 29ാം. ഇതനുസരിച്ച് നമ്മുടെ നിയമാവലിയിലും ഭേദഗതി വേണം. മിനിറ്റ്സ് പ്രസിഡന്റിനോ പ്രസിഡന്റ് ചുമതലപ്പെടുത്തുന്ന ഒരു കമ്മിറ്റി അംഗത്തിനോ അല്ലെങ്കിൽ സെക്രട്ടറിക്കോ എഴുതാം. മിനിറ്റ്സിന്റെ സൂക്ഷിപ്പുകാരൻ സെക്രട്ടറി ആയിരിക്കണം. നമ്മുടെ ബൈലോയിൽ അത് ഉൾപ്പെടുത്തേണ്ടത്. ഇനി അടുത്തത് 29ാം വകുപ്പാണ്, ജനറൽ ബോഡി. 29ാം വകുപ്പ് എന്ന് പറയുന്നത് വാർഷിക പൊതുയോഗമാണ്. വാർഷിക പൊതുയോഗത്തിന് ഇതുവരെ ഇല്ലായിരുന്ന ഒരു പുതിയ വ്യവസ്ഥ അല്ലെങ്കിൽ പൊതുയോഗത്തിൽ അവതരിപ്പിക്കേണ്ട ഒരു പുതിയ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. അത് തൊട്ടു മുൻ വർഷം നമ്മുടെ സ്ഥാപനത്തിലെ ഭരണസമിതി അംഗങ്ങളോ അവരുടെ കുടുംബാംഗങ്ങളോ, നമ്മുടെ സ്ഥാപനത്തിലെ ജീവനക്കാരോ അവരുടെ കുടുംബാംഗങ്ങളോ തൊട്ടു മുൻ വർഷം സ്ഥാപനത്തിൽ വരുത്തിയ ബാധ്യത, കുടിശ്ശികയല്ല പറയുന്നത്, ലയബിലിറ്റി, തൊട്ടു മുൻ വർഷം അവർ വരുത്തിയ ലയബിലിറ്റി, അതായത് തൊട്ടു മുൻ വർഷം ഈ ജീവനക്കാരോ ഭരണസമിതി അംഗങ്ങളോ എടുത്ത വായ്പ, അല്ലെങ്കിൽ ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും കുടുംബ അംഗങ്ങൾ എടുത്ത വായ്പ. ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ കുടുംബ അംഗങ്ങൾ എന്ന് പറയുന്നത് ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, അച്ഛൻ, അമ്മ. ഇത്രയും പേരാണ് കുടുംബാംഗങ്ങൾ. 6 പേരേ ഉള്ളൂ. ഫാമിലി മെമ്പേഴ്സ് ഈ വിഷയത്തിൽ 6 പേരോട് 44ാം ചട്ടത്തില് ഒരു വ്യവസ്ഥയുണ്ട്. യു ഷുഡ് നോട്ട് ബി എ നിയർ റിലേറ്റീവ് ഓഫ് എ പെയ്ഡ് എംപ്ലോയി ഓഫ് ദ സൊസൈറ്റി. ആ നിയർ റിലേറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ 11 ആയിരുന്നു, ഇപ്പോൾ 3 പേരെ കൂടെ ഉൾപ്പെടുത്തി 14 പേരായിട്ടുണ്ട്. ഇവിടെ വെറും 6 പേരേ ഉള്ളൂ. 29ാം വകുപ്പില് ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും തൊട്ടു മുൻ വർഷത്തെ കടബാധ്യതയെക്കുറിച്ചോ അവരുടെ കുടുംബാംഗങ്ങളുടെ കടബാധ്യതയെക്കുറിച്ചോ പൊതുയോഗത്തിൽ വിശദ വിവരം നൽകിയിരിക്കണം. അത് സഹകരണ നിയമത്തിന്റെ സൂക്ഷ്മ പരിശോധന വേളയില് എറണാകുളത്ത് നടന്ന സിറ്റിങ്ങില് ഞാനും ആ സൂക്ഷ്മ പരിശോധന സമിതിയിലുണ്ടായിരുന്നു. എൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു
ഈ നിർദ്ദേശം നടത്താൻ എന്നെ പ്രേരിപ്പിച്ച് തിരുവനന്തപുരം ജില്ലയിലെ കണ്ടള സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഉണ്ടായ അപജയമാണ്. ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ പൊതുയോഗത്തിൽ ഇങ്ങനെ ഒരു അവതരിപ്പിക്കൽ ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായും സ്വന്തം പേരിലോ ഭാര്യയുടെയോ മക്കളുടെയോ മരുമക്കളുടെയോ ഒക്കെ പേരില് ഒരു സ്ഥാപനത്തിന്റെ അധികാരി കോടിക്കണക്കിന് രൂപ വായ്പ എടുക്കാനുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാം എന്ന ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ച് നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് പൊതുയോഗത്തിൽ ജനറൽ ബോഡിയിൽ നിയമത്തിൽ വരുത്തിയിരിക്കുന്ന ഒരു ഭേദഗതി. അത് നമ്മുടെ നിയമാവലിയിലും അതനുസരിച്ച് വ്യവസ്ഥ ഉൾപ്പെടുത്തേണ്ടതാണ്. അടുത്തത് ഗഹാനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളത് നിയമാവലിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് നിയമത്തിന്റെ 9 മുതൽ 15 വരെയുള്ള വ്യവസ്ഥകളും 19 മുതൽ 28 വരെയുള്ള വ്യവസ്ഥകളും ഇപ്പോൾ കേരള സഹകരണ സംഘ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾക്കും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിനും അർബൻ ബാങ്കുകൾക്കും മറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികൾക്കും ഒക്കെ ബാധകമായ ഒന്നാണിത്. ഇത് സഹകരണ നിയമത്തിൽ വന്നു. എന്നാൽ എന്താണ് ഈ 19 മുതൽ 28 വരെയുള്ള വ്യവസ്ഥകൾ? ആ 19 മുതൽ 28 വരെയുള്ള വ്യവസ്ഥകൾ തന്നെയാണ് കേരള സഹകരണ സംഘ നിയമത്തിന്റെ 75-ാം വകുപ്പിൽ വ്യവസ്ഥയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജസ്. കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ ആർബിട്രേഷന് പോകാതെ തന്നെ ഒരു കുടിശ്ശികക്കാരന്റെ ഈട് വസ്തു നേരിട്ട് ജപ്തി ചെയ്ത് ലേലം നടത്തുകയാണ്. ആർബിട്രേഷൻ ഇല്ല, നേരിട്ട് എക്സിക്യൂഷനാണ്. അത് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികൾക്കും ബാധകമായ വ്യവസ്ഥയാണ് ഈ 19 മുതൽ 28 വരെയുള്ള കാർഷിക ഗ്രാമവികസന ബാങ്കിലെ നിയമവ്യവസ്ഥകൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബാധകമാക്കിയിട്ടുണ്ട് എന്നതല്ലാതെ അത് നടപ്പാക്കുന്നതിനുള്ള ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഉത്തരവിറങ്ങിയാൽ എന്താണ് സംഭവിക്കുക? ആർബിട്രേഷൻ കേസുകളിൽ സഹകരണ വകുപ്പിന് കിട്ടുന്ന തുക നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രൊമോഷൻ സാധ്യതകൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിനു മുമ്പ് തന്നെ കേരള സഹകരണ സംഘ നിയമത്തിൽ 75-ാം വകുപ്പ് ഉണ്ടായിരുന്നില്ല, എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജസ്. അത് നമുക്ക് ഒരു സ്ഥാപനത്തിനും ക്രെഡിറ്റ് സൊസൈറ്റികൾക്കും അത് ബാധകമാക്കിയിട്ടില്ല. കാർഷിക ഗ്രാമവികസന ബാങ്ക് ഒഴികെ മറ്റൊരു സ്ഥാപനത്തിനും അത് ബാധകമാക്കിയിട്ടില്ല. അതിപ്പോൾ ഓരോ സഹകരണ സ്ഥാപനത്തിലും ഇതുമായി ബന്ധപ്പെടാത്ത ഒരു വിഷയം ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്. നമ്മുടെ 1630 പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ 54% നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങള് 7042 കോടിയാണ് നഷ്ടത്തുകയെന്ന് പറയുന്നത്. ഈ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രധാന നഷ്ട കാരണമെന്ന് പറയുന്നത് കുടിശ്ശിക പലിശയ്ക്കും കിട്ടാക്കടങ്ങൾക്കും പ്രൊവിഷൻ വെക്കുക. ആർബിട്രേഷൻ കേസുകളൊക്കെ ഫയൽ ചെയ്താൽ അതിൽ സമയബന്ധിതമായി വിധി ഉണ്ടാകുന്നില്ല. എക്സിക്യൂഷൻ പെറ്റീഷൻ ഇപ്പോൾ നടപ്പാക്കുന്നേ ഇല്ല. ഇനി കേരള സഹകരണ സംഘ നിയമത്തിന്റെ 76-ാം വകുപ്പ് എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ്, അവാർഡ്സ് ആൻഡ് ഡിക്രീസ് ആണ്. അതില് വിധികൾ 3 രീതിയിൽ നടപ്പാക്കാവുന്ന വ്യവസ്ഥയൊക്കെയുണ്ട്. സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് സിവിൽ കോടതിയിലൂടെയോ, റവന്യൂ റിക്കവറി ആക്ട് അനുസരിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലൂടെയോ, അല്ലെങ്കിൽ സഹകരണ നിയമം അനുസരിച്ച് രജിസ്ട്രാറിലൂടെ നടപ്പാക്കാം. ഈ സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചോ അല്ലെങ്കിൽ റവന്യൂ റിക്കവറി ആക്ട് അനുസരിച്ചോ ഇത് നടപ്പാക്കണമെങ്കിൽ ഫോം നമ്പർ 12 രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് തരണം. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ EP ഫയൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ജോയിന്റ് രജിസ്ട്രാർ തരേണ്ട സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിൽ ഇത്രാം നമ്പർ അംഗമായ ഇന്ന വ്യക്തിക്കെതിരെ ഇന്ന സഹകരണ സ്ഥാപനത്തിൽ നൽകിയിരിക്കുന്ന ഇത്രാം നമ്പർ അവാർഡ് നാളിതുവരെ ഈ ഓഫീസിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ല. ഇതാണ് ഫോം നമ്പർ 12-ന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ അവിടെ EP ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഫോം നമ്പർ 12-ൽ ഒരു സർട്ടിഫിക്കറ്റ് തരാൻ ജോയിന്റ് രജിസ്ട്രാർ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ ദിവസം SC/ST നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ ടേൺ അറൗണ്ട് സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രജിസ്ട്രാർ ആയിരുന്നു ഉദ്ഘാടകനായിട്ട് വന്നത്. അവസാനം 1 മണിക്കൂർ സമയം പഠിതാക്കൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരം രജിസ്ട്രാറുടെ ഈ ചോദ്യം ഒരു സർവീസ് ബാങ്കിന്റെ സെക്രട്ടറി ഉന്നയിച്ചു. ഞങ്ങൾക്ക് സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് സിവിൽ കോടതിയിൽ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് ഫോം നമ്പർ 12 സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ JR തരുന്നില്ല. രജിസ്ട്രാർ പറഞ്ഞു, അങ്ങനെ ഏതെങ്കിലും ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ തരുന്നില്ലെങ്കിൽ ആ വിവരം എന്നെ അറിയിച്ചാൽ മതി, ഞാൻ അതിന് ഉടനെ തന്നെ നടപടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ ഫോം നമ്പർ 12-ല് വിധി സിവിൽ കോടതിയിലൂടെ നടപ്പാക്കുന്നതിന് നിങ്ങൾ ജോയിന്റ് രജിസ്ട്രാറെ സമീപിച്ചിട്ട് നിങ്ങൾ അവിടെ EP ഫയൽ ചെയ്യാത്ത ഒരു അവാർഡാണ് എങ്കിൽ
സർട്ടിഫിക്കറ്റ് തരുന്നില്ല എങ്കിൽ നമ്മുടെ സഹകരണ സംഘം രജിസ്ട്രാർ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ മതി. അതിനുള്ള പരിഹാരം ഉടനെ ഉണ്ടാകും എന്ന് രജിസ്ട്രാർ തന്നെ വാഗ്ദാനം തന്നിരിക്കുകയാണ്. ഓക്കെ, അന്നേരം ഗഹാനുമായി ബന്ധപ്പെട്ട് കേരള സഹകരണ സംഘ നിയമത്തിന്റെ 36A വരുത്തിയിരിക്കുന്ന ഭേദഗതിയാണ്. അത് നമ്മുടെ നിയമാവലിയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. അടുത്തത് 56 വകുപ്പുമായി ബന്ധപ്പെട്ട ലാഭവിഭജനമാണ്. ഇവിടെ 56 വകുപ്പിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ കൺകറന്റ് ഓഡിറ്റർമാര് അല്ലെങ്കിൽ ടീം ഓഡിറ്റിന് വരുന്ന ആളുകള് അവർക്കില്ലാത്തൊരു അധികാരം ഇപ്പോൾ വിനിയോഗിക്കുന്നുണ്ട്. അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്തുമ്പോൾ ടീം ഓഡിറ്റ് അവിടെ അറ്റ ലാഭം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ സഞ്ചിത നഷ്ടമൊന്നുമില്ല, അറ്റ ലാഭമാണ് P&L അക്കൗണ്ടിൽ കാണിക്കുന്നതെങ്കിൽ ആ അറ്റ ലാഭത്തിന്റെ 15% കുറയാത്ത ഭാഗം കരുതൽ ധനത്തിലോട്ട് ടീം ഓഡിറ്റ് വരുന്ന ആളുകൾ തന്നെ മാറ്റണം. ആ അറ്റ ലാഭത്തുകയുടെ 5% പരമാവധി 1 ലക്ഷം രൂപ സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിലോട്ട് ടീം ഓഡിറ്റിൽ വരുന്ന ആൾക്കാർ മാറ്റണം. ആ അറ്റ ലാഭത്തുകയുടെ 10% പരമാവധി 1 ലക്ഷം രൂപ സഹകരണ അംഗ സമാശ്വാസ നിധിയിലോട്ട് മാറ്റണം. ആ അറ്റ ലാഭത്തിന്റെ 5% പരമാവധി 1 ലക്ഷം രൂപ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ട് മാറ്റണം. ഇപ്പോഴാണ് 2024 ജൂൺ 7 പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് 56(2) കടന്ന സ്റ്റാറ്റ്യൂട്ടറി അല്ലാതിരുന്ന പൊതുയോഗത്തിന്റെ അധികാരത്തിൽപ്പെട്ടിരുന്ന ആ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ട് ലാഭത്തിന്റെ 5% പരിധിയില്ലാതെ മാറ്റണം എന്ന വ്യവസ്ഥ 56(1) കൊണ്ടുവന്നു സ്റ്റാറ്റ്യൂട്ടറി ആക്കി. ഓഡിറ്റർ തന്നെ അത് മാറ്റും. ഇതിന് റിസർവ് ഫണ്ട് ഒഴികെയുള്ള ബാക്കി 3നും സീലിംഗ് ഉണ്ട്, 1 ലക്ഷം രൂപ മതി. ഇനി അടുത്ത 56(2) 56(2) എന്ന് പറയുന്നത് മിച്ചമുള്ള ലാഭം. ഈ 4 ഇനങ്ങളിലോട്ട് കൺകറന്റ് ഓഡിറ്ററോ ടീം ഓഡിറ്റോ വകമാറ്റിയ ശേഷം മിച്ചമുള്ള ലാഭമാണ് വിഭജിക്കാനുള്ള ലാഭം. ആ വിഭജിക്കാനുള്ള ലാഭം എങ്ങനെ വിഭജനം നടത്തണം എന്നാണ് 56(2) പറയുന്നത്. ഒന്ന്, അംഗങ്ങളുടെ ഓഹരി മൂലധനത്തിന് പരമാവധി 25% വരെ ലാഭവിഹിതം. 2, പൊതുനന്മ ഫണ്ടിലോട്ട് പരമാവധി 10% വരെ. പൊതുനന്മ ഫണ്ടിലോട്ട് 10% വേണം, അതിൽ കുറവ് മതി എന്നുള്ളത് പൊതുയോഗമാണ് തീരുമാനിക്കേണ്ടത്. 3, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലോട്ട് ലാഭത്തിന്റെ 7%. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് കാർഷിക വായ്പ സ്ഥിരീകരണ ഫണ്ട് സ്റ്റാറ്റ്യൂട്ടറി അല്ല, ഡയറക്ടറി ആണ്. 56(1) പെടുന്നതല്ല, 56(2) വരുന്നതാണ്. ടീം ഓഡിറ്റിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല, പൊതുയോഗത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണ്. അതിന് പൊതുയോഗമാണ് തീരുമാനിക്കേണ്ടത്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലോട്ട് 7% വക മാറ്റണമോ വേണ്ടയോ പൊതുയോഗമാണ് തീരുമാനിക്കേണ്ടത്. ഇനി തീർന്നില്ല, ഈ 7% നമ്മുടെ ടീം ഓഡിറ്റ് തന്നെ മാറ്റിവെക്കുന്നു, അവരുടെ അധികാര പരിധിയിൽ പെടുന്നതല്ല. വീണ്ടും അത് കേരള ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നു. ഈ 3 കാര്യം റിസർവ് ഫണ്ട് നിർബന്ധമായും നമ്മുടെ ഫിനാൻസിംഗ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അഗ്രികൾച്ചർ വിദ്യാഭ്യാസ ഫണ്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് കൊടുക്കണം. കോപ്പറേറ്റീവ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് രജിസ്ട്രാർക്ക് കൊടുക്കണം. മെമ്പർ റിലീഫ് ഫണ്ടും രജിസ്ട്രാർ കൊടുക്കണം. ഇത് 3ഉം ഔട്ട്ഫ്ലോ ആണ്, ലാഭത്തിൽ നിന്നുള്ള ഔട്ട്ഫ്ലോ ആണ്. റിസർവ് ഫണ്ട് ഔട്ട്ഫ്ലോ അല്ല, നമ്മുടെ ബാങ്കിന്റെ പേരിലാണ് കേരള ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നും വേറെ ഒരു സ്ഥാപനത്തിൽ നിക്ഷേപിക്കണമെന്ന് 56(2) പറയുന്നില്ല. പൊതുനന്മ ഫണ്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, ഇത് വേറെ എങ്ങും നിക്ഷേപിക്കണമെന്ന് 56(2) പറയുന്നില്ല. ഇത് നമ്മുടെ അധികാര പരിധിയിൽ വരുന്ന 56(2) പ്രകാരം ഈ പൊതുനന്മ ഫണ്ടിലെ തുക നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലായി ഉപയോഗിക്കുന്നത് പോലെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിലെ തുകയും നമ്മുടെ പ്രവർത്തന മൂലധനമായിട്ട് ഉപയോഗിക്കാം. അത് കേരള ബാങ്കിൽ നിർബന്ധമായും നിക്ഷേപിക്കണമെന്നില്ല. അതിലിവിടെ 56-ാം വകുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ഭേദഗതി, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് 56(2) 56(1) വന്നു. നമ്മുടെ നിയമാവലി ഭേദഗതി ചെയ്യുമ്പോൾ ആ നിയമാവലി ഭേദഗതിയില് ലാഭത്തിന്റെ 5% പരമാവധി 1 ലക്ഷം രൂപ വിദ്യാഭ്യാസ ഫണ്ടിലോട്ട്, ലാഭത്തിന്റെ 5% പരമാവധി
1,00,000 രൂപ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ട്, ലാഭത്തിന്റെ 10% പരമാവധി 1,00,000 രൂപ സഹകരണ അംഗ സമാശ്വാസ നിധിയിലോട്ട്. ഇത് നമ്മൾ നിയമാവലിയിൽ ഉൾപ്പെടുത്തണം. ബാക്കിയുള്ള മിച്ചമുള്ള ലാഭം ഈ പറഞ്ഞിരിക്കുന്ന പൊതുനന്മ ഫണ്ട്, ഡിവിഡൻഡ് മാത്രമല്ല, നമ്മുടെ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് ഫ്രീ റിസർവുകളുണ്ട്. ലാഭവീത സമീകരണ ഫണ്ട്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്, ബിൽഡിംഗ് ഫണ്ട്, ഇങ്ങനെ മറ്റേതൊക്കെ സ്വതന്ത്ര ഫണ്ടുകളാണോ ബൈലോയിൽ വ്യവസ്ഥയിരിക്കുന്നത് ആ ഫണ്ടുകളിലോട്ട് പൊതുയോഗ തീരുമാനം അനുസരിച്ച് വിഭജിക്കാനുള്ള ലാഭം ഉപയോഗിച്ചുകൊണ്ട് വകമാറ്റാം. അതെങ്ങും നിക്ഷേപിക്കേണ്ട കാര്യമില്ല. അത് നമ്മളുടെ പ്രവർത്തന മൂലധനമായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ചില സെക്രട്ടറിമാർ എന്നെ വിളിക്കുകയുണ്ടായി, ഫ്യൂച്ചർ ലോസസിന് നമ്മൾ നേരത്തെ പ്രൊവിഷൻ വെച്ചിരുന്നു, ഓഡിറ്റിൽ ഇപ്പൊ അത് നിഷേധിച്ചിരിക്കാം, നിരോധിച്ചിരിക്കാം. അത് മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചർ ലോസിന് നമ്മൾ ലാഭം കുറച്ച് കാണിക്കാൻ വേണ്ടി പ്രൊവിഷൻ വെക്കുകയാണെങ്കിൽ അത് ഫ്യൂച്ചർ ലോസിന് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഫ്യൂച്ചർ ലോസിന് ഉപയോഗിച്ചാൽ ആ വർഷത്തെ പ്രവർത്തനത്തിന്റെ ഒരു ട്രാൻസ്പെറന്റ് ആയിരിക്കുകയല്ല ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതുകൊണ്ടാണ് ഓഡിറ്റ് ഡയറക്ടർ അത് പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ അതിന് ചില ടീം ഓഡിറ്റും അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും ആ മാറ്റിയിരിക്കുന്ന തുക കേരള ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറയും. എന്നും അത് പറയുന്നില്ല, അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. മാറ്റിവെച്ചിരിക്കുന്ന തുക 50 ലക്ഷം രൂപ ഫ്യൂച്ചർ ലോസസിന് മാറ്റിവെച്ചിരിക്കുന്ന കേരള ബാങ്കിൽ കൊണ്ടുവന്ന് പെട്ട പലിശയ്ക്ക് നിക്ഷേപിച്ചോണം. എന്ത് നിർദ്ദേശം അത്? അത് അങ്ങനെ ഒരു നിർദ്ദേശമില്ല, അങ്ങനെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. മറ്റ് ഫ്യൂച്ചർ ലോസസിന് പോലെ നമുക്ക് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റിന് ആവശ്യമായിട്ടുള്ള പ്രൊവിഷൻ വെച്ചുകൊണ്ട് അത് കൂടാതെ ഭാവിയിൽ ഉണ്ടാകാവുന്ന കിട്ടാക്കട സംശയാസ്പദത്തിനുള്ള കരുതൽ എന്ന നിലയിൽ P&L അക്കൗണ്ട് ചാർജ് അല്ലാതെ പ്രോഫിറ്റിൽ നിന്ന് വകമാറ്റാം. അത് നിഷേധിച്ചിട്ടില്ല. 2 തരത്തിലുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ആയിട്ട് വരുന്നുണ്ട്, കുടിശ്ശിക പലിശയ്ക്കും കിട്ടാക്കടങ്ങൾക്കും കരുതൽ. അതല്ലാതെ നമ്മൾ ഭാവിയിൽ ഉണ്ടാകാവുന്ന കിട്ടാക്കട സംശയാസ്പദ കടത്തിലോട്ടുള്ള ഒരു റിസർവ് ആയിട്ട് നമുക്കൊരു തുക മാറ്റാം. ലാഭം കൂടുതലുണ്ടെങ്കിൽ അത് മാറ്റാം. അതിപ്പോഴും നിരോധിച്ചിട്ടില്ല. അതാണ് 56 വകുപ്പുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ. ഇത് അനുസരിച്ച് നമ്മുടെ നിയമാവലിയിൽ ഭേദഗതി വരുത്തണം. സ്റ്റാറ്റ്യൂട്ടറി അല്ലാതിരുന്ന എഡ്യൂക്കേഷൻ ഫണ്ട്, അത് സ്റ്റാറ്റ്യൂട്ടറി അല്ലായിരുന്നു എങ്കിൽ തന്നെയും പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഓഡിറ്റർ തന്നെയായിരുന്നു മാറ്റിയിരുന്നത്. 56(2) കിടന്നത് അവർ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടായിരുന്നു എടുത്തിരുന്നത്. അതിപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി തന്നെ ആയിട്ടുണ്ട്. അടുത്തത് വിധി കടക്കാരന്റെ ഈട് വസ്തു. 56(a) പറയുന്നത്, നമ്മൾ ഒരു ഡിക്രി ഡെറ്ററുടെ വസ്തു ലേലത്തിന് വെക്കുമ്പോൾ ആരും ലേലത്തിൽ പിടിക്കാനില്ല എങ്കിൽ ആ വസ്തു ബാങ്ക് തന്നെ ലേലത്തിൽ പിടിക്കും. 56(a) പ്രകാരം ഇങ്ങനെ ഒരു വിധി കടക്കാരന്റെ വസ്തു ഡിഗ്രി ഹോൾഡറായ സംഘം തന്നെ ലേലത്തിൽ പിടിച്ചാൽ 7 വർഷത്തിനുള്ളിൽ അത് ഡിസ്പോസ് ചെയ്തിരിക്കണം. ബാങ്ക് റെഗുലേഷൻ ആക്ടിലുണ്ട് ഇങ്ങനെ ഒരു നിയന്ത്രണ വ്യവസ്ഥയുണ്ട്. അർബൻ ബാങ്ക് ആയാലും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആയാലും വിധി കടക്കാരന്റെ വസ്തു ബാങ്ക് തന്നെ ലേലത്തിൽ പിടിച്ചാൽ 7 കൊല്ലത്തിനുള്ളിൽ അത് ഡിസ്പോസ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു റിലാക്സേഷൻ വരുത്തിയിട്ടുണ്ട് 56(a)യില്. ആ ബാങ്ക് ലേലത്തിൽ പിടിച്ച വിധി കടക്കാരന്റെ വസ്തു നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കാം. അവിടെ ഹെഡ് ഓഫീസ് തുടങ്ങുന്നതിനോ ശാഖ തുടങ്ങുന്നതിനോ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതിനോ അനുയോജ്യമായ ഒരു സ്ഥലമാണ് നമ്മൾ ഈ ലേലത്തിൽ പിടിച്ചതെങ്കിൽ അത് 7 വർഷമായാലും വിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കാം. പ്രൊവൈഡഡ് 2 കാര്യം നമ്മൾ സാക്ഷാത്കരിക്കണം. എന്ത്? 1, രജിസ്ട്രാറുടെ പ്രയർ പെർമിഷൻ വാങ്ങിയിരിക്കണം. 2, പൊതുയോഗ തീരുമാനമാണ്. അങ്ങനെ പൊതുയോഗ തീരുമാനത്തിലൂടെ രജിസ്ട്രാറുടെ മുൻ അനുമതി വാങ്ങി ഒരു വിധി കടക്കാരന്റെ വസ്തു ബാങ്ക് ലേലത്തിൽ പിടിച്ചത് 7 വർഷം പൂർത്തിയായാലും ഇനി വിൽക്കേണ്ട കാര്യമില്ല. അത് നമ്മളുടെ ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നൊരു ഭേദഗതി 56(a)യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു നിയന്ത്രണ വ്യവസ്ഥയാണ്. ആ നിയന്ത്രണ വ്യവസ്ഥ എന്ന് പറയുന്നത് 54-ാം ചട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. 56-ാം ചട്ടത്തില് ഒരു സഹകരണ സ്ഥാപനത്തിലാകാവുന്ന സ്ഥിര ആസ്തിക്ക് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. സ്ഥിര ആസ്തി എന്ന് പറയുന്ന ലിക്വിഡിറ്റി ഇല്ലാത്തതാണ്. ഞാന് സഹകാരികളോടൊക്കെ പറയാറുള്ളത്, നമുക്കാകാവുന്ന പരമാവധി സ്ഥിര ആസ്തി എന്ന് പറയുന്ന ഒരു അസറ്റാണ് സ്ഥിര ആസ്തി. അതിന് കറസ്പോണ്ടിങ് ആയി ലാബിലിറ്റിയിൽ ഒരു ഐറ്റം ഉണ്ട്. ലിക്വിഡിറ്റി ആവശ്യമില്ലാത്ത, ബാഹ്യ ബാധ്യതയല്ലാത്ത, പലിശ ചെലവില്ലാത്ത, ദീർഘകാല ഉപയോഗത്തിന് ലഭിക്കുന്ന പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധനം. ആ പിരിഞ്ഞു കിട്ടിയ ഓഹരി മൂലധനത്തിൽ അധികരിക്കാതെ സ്ഥിര ആസ്തി ആകാം.
പക്ഷെ ഇപ്പോൾ 54-ാം ചട്ടത്തില് ഒരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് പ്രവർത്തന മൂലധനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ 5% മേൽ സ്ഥിരയാസ്തി പാടില്ല. ഒരു നല്ല ഒരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു നോൺ ഏണിംഗ് അസറ്റ് ആണ്, അതിന് ലിക്വിഡിറ്റി ഇല്ല, അങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ഉള്ളത് കാരണം അത് ഒരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ 5% എക്സീഡ് ചെയ്യാൻ പാടില്ല. അടുത്തത് സ്ഥിര ആസ്തി വാങ്ങൽ. സഹകരണ നിയമത്തിലെ വകുപ്പ് 59B. ഇനി പ്രിയപ്പെട്ട സഹകാരികള്, നിങ്ങൾക്ക് വസ്തുവോ കെട്ടിടമോ ഉൾപ്പെടെയുള്ള സ്ഥലമോ വാങ്ങാമെന്നുള്ള ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കും, സാക്ഷാത്കരിക്കാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്ക് സങ്കീർണമായ വ്യവസ്ഥയാണ് വകുപ്പ് 59A കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ എവിടെയാണ് വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, എത്ര സെന്റ് വസ്തുവാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അത് കെട്ടിടം ഉൾപ്പെടെയുള്ള വസ്തുവാണോ അല്ലയോ, ഈ വിവരങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ 2 പത്രങ്ങളില് വിജ്ഞാപനം ആദ്യം നടത്തണം. 59B-യും ചട്ടം 54-മാണ് ഇത് പ്രതിപാദിക്കുന്നത്. 2 പത്രങ്ങളില് സംഘത്തിന്റെ പേര്, വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം, വസ്തുവിന്റെ ഏരിയ എന്നിവ പ്രസിദ്ധീകരിക്കണം. അതുപോലെ തന്നെ ആ വാങ്ങാൻ പോകുന്ന വസ്തുവിന്റെ വാല്യുവേഷൻ ആരാണ് നടത്തേണ്ടത്? അത് സഹകരണ സംഘം രജിസ്ട്രാർ നിശ്ചയിക്കുന്ന ഒരു സമിതിയായിരിക്കും. അതിൽ ആരൊക്കെയുണ്ട്? ബന്ധപ്പെട്ട ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ, ആ ജില്ലയിലെ ജോയിന്റ് ഡയറക്ടർ ഓഫ് ഓഡിറ്റ്, പിന്നെ റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി തഹസീൽദാറുടെ റാങ്കിൽ കുറയാത്ത റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ, അതുപോലെ സബ് രജിസ്ട്രാർ ഓഫീസിലെ സബ് രജിസ്ട്രാറുടെ റാങ്കിൽ കുറയാത്ത വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ. കെട്ടിടമുള്ള സ്ഥലമാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ആ കെട്ടിടത്തിന്റെ വാല്യുവേഷൻ നടത്തുന്നതിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റാങ്കിൽ കുറയാതെ പൊതുമരാമത്ത് വകുപ്പിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ, ഇത്ര പേരുള്ള ഈ 6 പേരുള്ള ഒരു സമിതി ആയിരിക്കും വാങ്ങാൻ പോകുന്ന വസ്തുവിന്റെ വാല്യുവേഷൻ. അന്നേരം ഇവരെ 6 പേരെയും സംഘടിപ്പിച്ച് യോജിപ്പിച്ചുകൊണ്ട് ഈ വസ്തു വാങ്ങുക, അവര് നിശ്ചയിക്കുന്ന വാല്യൂ കൊടുത്തുകൊണ്ട് ഈ വസ്തു വാങ്ങുക. എത്ര പേര് അതിന് തയ്യാറാകും, വസ്തു ഉടമകൾ തയ്യാറാകും, എത്ര സമയത്തിനുള്ളിൽ ഈ വാല്യുവേഷൻ ഒക്കെ നടത്താനായിട്ട് സാധിക്കും എന്നത് നമ്മൾ കാത്തിരുന്ന. അഡ്വാൻസ് കൊടുത്താൽ അത് അപകടത്തിലാകും. സമയബന്ധം, അഡ്വാൻസിൽ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ ആധാരം എഴുതാമെന്നല്ലേ പറയാം. ആ സമയത്തിനുള്ളിലൊന്നും ഇനിയുള്ള കാലം അത് നടപ്പാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, ഈ നിയന്ത്രണ വ്യവസ്ഥ പാലിക്കുകയാണെങ്കിൽ. ഇനി അടുത്തത്, വസ്തു വാങ്ങുന്നതല്ല, നമ്മൾ കൊടുക്കുന്ന വായ്പയുടെ ഈട് വസ്തു. 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ ഈട് വസ്തുവിന്റെ വാല്യുവേഷൻ ആരാണ് നടത്തേണ്ടത്? 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകളിൽ ഈട് വസ്തുവിന്റെ വാല്യുവേഷൻ ആരാണ് നടത്തേണ്ടത്? വായ്പാ അപേക്ഷയിൽ 10 ലക്ഷം രൂപയ്ക്കുള്ളിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ആ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പാ അപേക്ഷകളിൽ ഈട് തരുന്ന വസ്തുവിന്റെ വാല്യുവേഷൻ നിർണ്ണയിക്കേണ്ടത്, നടത്തേണ്ടത് ഭരണസമിതി ചുമതലപ്പെടുത്തുന്ന ഒരു സീനിയർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ആയിരിക്കണം. നമുക്ക് ഒരാളെ ചുമതലപ്പെടുത്താം, അല്ലെങ്കിൽ 2 ഓഫീസർമാരെ ചുമതലപ്പെടുത്താം. അത് ബാങ്കിലെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയായിരിക്കണം. ഭരണസമിതി അംഗങ്ങളെ കുറിച്ച് അതിൻ്റെ അത് പറയുന്നില്ല. ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സീനിയർ ഉദ്യോഗസ്ഥൻ അപ് ടു ₹10 lakhs, 10 ലക്ഷം രൂപയുള്ള വായ്പാ അപേക്ഷ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പാ അപേക്ഷകളാണ് എങ്കിൽ ആ നേരത്തെ പറഞ്ഞ പോലെ ഒരു 5 പേരുള്ള ഒരു സമിതിയാണ് അതിന്റെ വാല്യുവേഷൻ നടത്തുന്നത്. ആരൊക്കെയാണ് 5 പേര്? 1, 2 ഭരണസമിതി അംഗങ്ങള്, 2 സെക്രട്ടറി ഉൾപ്പെടെയുള്ള 2 സീനിയർ ഉദ്യോഗസ്ഥന്മാര്, 3 ഡെപ്യൂട്ടി തഹസീൽദാറുടെ റാങ്കിൽ കുറയാതെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ. 3 നമ്മുടെ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ സെയിൽ ഓഫീസർ, 5-ാമത്തെ ആള്. 2 ഭരണസമിതി അംഗങ്ങള്, സെക്രട്ടറി ഉൾപ്പെടെ 2 ജീവനക്കാര്, 3-ാമത്തെ ആള് 5-ാമത്തെ ആള് നമ്മുടെ ഈ കാർഷിക ഗ്രാമവികസന ബാങ്കിലെ സെയിൽ ഓഫീസർ. ഇത്രയും പേരാണ് വാല്യുവേഷൻ. ഇനി ആ സ്ഥലത്തില് ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തിന്റെ വാല്യുവേഷൻ നടത്തേണ്ടത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ പൊതുമരാമത്ത് വകുപ്പിലെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ
അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ റാങ്കിൽ കുറയാതെ വിരമിച്ച, എക്സിക്യൂട്ടീവ് അല്ല, അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ റാങ്കിൽ കുറയാതെ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം അത് നടത്തേണ്ടത്. ഇത്രയുമാണ് വായ്പയുമായി ബന്ധപ്പെട്ട ഈട് വസ്തുവിന്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട നിയമത്തിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതി. ഇതനുസരിച്ച് നമ്മുടെ നിയമാവലിയിലും വ്യവസ്ഥ കൊണ്ടുവരേണ്ടതാണ്. അവസാനമായി 80-ാം വകുപ്പിൽ വരുത്തിയിരിക്കുന്ന ഭേദഗതിയാണ്. 80-ാം വകുപ്പില് ഒരു പ്രധാനപ്പെട്ട ഭേദഗതി എന്ന് പറയുന്നത് അപ്പോയിന്റിംഗ് അതോറിറ്റി ഭരണസമിതിയാണ്. ആ അപ്പോയിന്റിംഗ് അതോറിറ്റി ഒരു ജീവനക്കാരന് നിയമനം കൊടുത്തു കഴിഞ്ഞാൽ ആ ജീവനക്കാരനെ സ്ഥിരീകരിക്കുക, നിയമനം സ്ഥിരപ്പെടുത്തുന്നതിന് മുമ്പ് പോലീസ് വെരിഫിക്കേഷൻ നടത്തിയിരിക്കണം. ഇതുവരെ അതില്ലായിരുന്നു. പോലീസ് വെരിഫിക്കേഷൻ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ആ വ്യക്തി ഭാഗമായിട്ടുണ്ടോ, അയാളുടെ സ്വഭാവം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് വെരിഫിക്കേഷൻ നടത്തിയ ശേഷം മാത്രമേ സ്ഥിരീകരണം നിയമനത്തിലെ സ്ഥിരീകരണം നടത്താവൂ എന്നതാണ് 80-ാം വകുപ്പിൽ വരുത്തിയിരിക്കുന്ന ഒരു ഭേദഗതി. 2, നമ്മളുടെ മൊത്തം ജീവനക്കാരുടെ 3% വികലാംഗർക്കുണ്ടായിരുന്ന സംവരണം. ഇപ്പോൾ അത് 4% ആക്കിയിട്ടുണ്ട്. 40% കുറയാതെ വികലാംഗത്വമുണ്ട് എന്ന് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന വികലാംഗർക്ക് മൊത്തം തസ്തികയുടെ 4% ഇപ്പോൾ സംവരണം ചെയ്തിരിക്കുന്നത്. അതാണ് 80-ാം വകുപ്പിൽ വരുത്തിയിരിക്കുന്ന മറ്റൊരു ഭേദഗതി. 3, ബാങ്കിൽ ഒഴിവുണ്ടാകുന്ന തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി ഒഴിവുണ്ടായ ദിവസം മുതൽ 3 മാസത്തിനകം കമ്മിറ്റി തീരുമാനമെടുത്ത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിനെ നമ്മൾ അറിയിച്ചിരിക്കണം. അത് റിട്ടയർമെന്റിലൂടെയോ മറ്റു തരത്തിലോ ഒരു വേക്കൻസി ഉണ്ടായാൽ ആ വേക്കൻസിയിൽ നിയമനം നടത്തുന്നതിന് ആ വേക്കൻസി ഉണ്ടായ ദിവസം മുതൽ 3 മാസത്തിനുള്ളിൽ സഹകരണ തെരഞ്ഞെടുപ്പ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ നമ്മൾ അറിയിച്ചിരിക്കാം. അടുത്തത് 185-ാം ചട്ടത്തിൽ വരുത്തിയിരിക്കുന്ന വിവാദമായ ഭേദഗതിയാണ്. 185-ാം ചട്ടത്തില് നമ്മളുടെ എൻട്രി കേഡറായ ജൂനിയർ ക്ലർക്ക്, മിനിസ്റ്റീരിയൽ കേഡറിന്റെ ആദ്യത്തെ തസ്തികയാണ് ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്നത്. ആ ജൂനിയർ ക്ലർക്കില് നേരിട്ടുള്ള നിയമനവും പ്രൊമോഷനും നിയമത്തിൽ വ്യവസ്ഥ കൊണ്ടുവരുന്നത് 185-ാം ചട്ടത്തിൽ വ്യവസ്ഥ. അത് 1:4. ആ 1:4 എന്നത് ഇപ്പോഴത്തെ ചട്ട ഭേദഗതിയിൽ 2024 ഡിസംബർ 31 വന്ന ഭേദഗതിയില് ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1 ഈ 3 വിഭാഗത്തിൽപ്പെടുന്ന സംഘങ്ങൾക്ക്, വായ്പാ സംഘങ്ങൾക്ക് 1:4 തന്നെ. ഒരാളെ ഒരു പ്യൂൺ അല്ലെങ്കിൽ ഒരു അറ്റൻഡർ 3 വർഷത്തിൽ കുറയാതെ സർവീസ് പൂർത്തിയാക്കിയ, ശിക്ഷണ നടപടിക്കൊന്നും വിധേയനാകാത്ത, SLC JDC വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പ്യൂണിനെ അറ്റൻഡറെ പ്രൊമോട്ട് ചെയ്ത് ക്ലർക്ക് ആക്കി കഴിഞ്ഞാൽ തുടർന്ന് 4 പേരെ എക്സാമിനേഷൻ ബോർഡിന്റെ എഴുത്തു പരീക്ഷയിലൂടെ വേണം ഈ 3 വിഭാഗത്തിൽപ്പെടുന്ന വായ്പാ സംഘങ്ങളിൽ നിയമനം നടത്തേണ്ടത്. ക്ലാസ് 2, 3, 4, 5, 6, 7 ഈ വിഭാഗത്തിൽപ്പെടുന്ന സംഘങ്ങളിൽ 1:2 അനുപാതത്തിലാണ്. ഒരാളെ പ്രൊമോട്ട് ചെയ്ത് ക്ലർക്ക് ആക്കി കഴിഞ്ഞാൽ തുടർന്ന് 2 പേരെ എക്സാമിനേഷൻ ബോർഡിന്റെ എഴുത്തു പരീക്ഷയിലൂടെ നേരിട്ട് നിയമനം നടത്തണം. 1:4-ഉം 1:2-ഉം ഇപ്പോൾ ബാധകമാക്കിയിരിക്കുകയാണ്. ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 ഇവർക്ക് മാത്രമേ 1:4 ഇപ്പോൾ നിലവിലുള്ളൂ. ബാക്കി അതിന് താഴെയുള്ള സംഘങ്ങൾക്കൊക്കെ 1:2 ആണ്. അടുത്തത് നമ്മളുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലോട്ടുള്ള നിയമനമാണ്. 20 കോടി വരെ നിക്ഷേപമുള്ള സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ഇക്വലന്റ് തസ്തികയിലോട്ടുള്ള, ബ്രാഞ്ച് മാനേജർ അല്ല, മാനേജർ, അസിസ്റ്റന്റ് സെക്രട്ടറി, മാനേജർ, ചീഫ് അക്കൗണ്ടന്റ് അങ്ങനെയുള്ള തസ്തികകളിലെ നിയമനം 1:3 3:1 അനുപാതത്തിലായിരിക്കണം. 1:3 അല്ല, 3:1. അതായത് ആ തസ്തികയിലോട്ട് 3 പേരെ 3 പ്രാവശ്യം പ്രൊമോഷൻ നടത്തി കഴിയുമ്പോൾ 4ാമത്തെ വേക്കൻസി ഉണ്ടാകുന്നത് നേരിട്ട് നിയമനം നടത്തണം. അത് 20 കോടി വരെ നിക്ഷേപമുള്ള സംഘങ്ങളിലാണ്. 20 കോടിക്ക് മുകളിൽ 100 കോടി വരെ നിക്ഷേപമുള്ള സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റ് 2:1 അനുപാതത്തിലായിരിക്കണം. 2 പേരെ പ്രൊമോട്ട് ചെയ്ത് ആ തസ്തികയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 3ാമത് ഒരു വേക്കൻസി അവിടെ ഉണ്ടാകും. 3ാമത്തെ പ്രാവശ്യം നേരിട്ട് നിയമനം നടത്തും. 100 കോടിക്ക് മുകളിലാണെങ്കിൽ 1:1 അനുപാതത്തിലായിരിക്കും. അതായത്
20 കോടി നിക്ഷേപമുള്ള ഒരു സ്ഥാപനം 20 കോടിക്ക് മുകളിൽ നിക്ഷേപം വന്നു കഴിഞ്ഞാൽ അവിടെ പ്രൊമോഷൻ സാധ്യത നഷ്ടപ്പെടുന്നു. 100 കോടിക്ക് മുകളിൽ ഒരു സ്ഥാപനത്തിന്റെ നിക്ഷേപം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നിലവിലുള്ള ജീവനക്കാർക്ക് പ്രൊമോഷൻ സാധ്യത നഷ്ടപ്പെടുന്നു. ഇതിൽ ഏറ്റവും വലിയ അപകടമെന്ന് പറയുന്നത്, ഒരിക്കല് ഈ 1:1 അനുപാതത്തിൽ ഒരാളെ നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ നേരിട്ട് നിയമിക്കുന്നയാളിന് 10 25 വയസ്സേ ഉള്ളൂ എങ്കിൽ പിന്നെ ആ സ്ഥാപനത്തില് ജോലി ചെയ്യുന്ന മറ്റ് ജീവനക്കാർക്കാർക്കും അസിസ്റ്റന്റ് സെക്രട്ടറി ആയി ഇയാൾ അവിടെ തുടരുന്നിടത്തോളം കാലം പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയില്ല. മറ്റ് ജീവനക്കാരുടെ പ്രൊമോഷൻ സാധ്യതകൾ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണിത്. എന്തുകൊണ്ടാണോ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളൊന്നും ഇത് ഗൗരവമായി എടുത്തില്ല, പ്രതിഷേധം വേണ്ട രീതിയിൽ പ്രകടിപ്പിച്ചില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഓക്കെ, അത് സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ സഹകരണ നിയമ ചട്ട ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നിയമാവലിയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇനി ഓപ്പൺ ഡിസ്കഷനാണ്, ക്ലാരിഫിക്കേഷനാണ്. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താം. സാറേ, സംശയം എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞല്ലോ 1:1 എന്ന് 100 കോടിയുടെ മണ്ടയ്ക്ക് നിക്ഷേപമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് 1:1 വൈദ്യുതിയിലാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ CBC എക്സാം ബോർഡിൽ നിന്ന് തിരഞ്ഞെടുത്ത ആൾക്ക് കൊടുക്കുക 1:1 റേഷ്യോ ഒരു നമ്മൾ എക്സാം ബോർഡിൽ നിന്ന് തന്നെ എടുക്കണം. വേണം. 1:1 എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രൊമോട്ട് ചെയ്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആയി ആ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് പ്രൊമോഷൻ കിട്ടി വരികയാണെങ്കിൽ വീണ്ടും അവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റ് വേക്കന്റ് ആകുകയാണല്ലോ. ആ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലോട്ട് പിന്നെ ഇന്റേണൽ ഓഡിറ്ററോ ബ്രാഞ്ച് മാനേജറെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിനേഷൻ ബോർഡിന്റെ എഴുത്ത് പരീക്ഷയിലൂടെ നേരിട്ട് വെക്കണം. സാറേ, ഇപ്പൊ നമ്മളിപ്പോ ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ, ഈ ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലേക്ക് മറ്റേ പ്യൂൺമാര് ക്വാളിഫൈഡ് ടെസ്റ്റ് എഴുതണം എന്നുള്ളത്. അത് ക്ലാസ് 2 തൊട്ട് താഴെ വരെ മതിയെന്ന് റൂളിൽ പറയുമ്പോൾ രജിസ്ട്രാറുടെ കത്ത് പ്രകാരം അതുപോലെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം എല്ലാ ക്ലാസ്സിലുള്ളവരും എഴുതണം എന്നുള്ള ഇതും കൂടെ വന്നിട്ടുണ്ട്. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തേത്, നമ്മളെ വേക്കൻസി ഉള്ള പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന, അതായത് ജൂനിയർ ക്ലർക്ക് മുതൽ ഉള്ള പോസ്റ്റുകളാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത്? മറ്റേ ഇപ്പൊ പ്യൂണിന്റെയോ നൈറ്റ് വാച്ച്മാന്റെ ഒക്കെ പോസ്റ്റ് വന്നാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? വേണ്ട. എക്സാമിനേഷൻ ബോർഡ് ഏതൊക്കെ തസ്തികകളിലോട്ടാണോ എഴുത്തു പരീക്ഷ നടത്തി നിയമനം നടത്തുന്നത്, ആ എക്സാമിനേഷൻ ബോർഡ് എഴുത്തു പരീക്ഷ നടത്തുന്ന തസ്തികകളിൽ ഉണ്ടാകുന്ന വേക്കൻസി മാത്രം നമ്മൾ അവരെ അറിയിച്ചാൽ മതി. സർ, ഒരു സംശയം കൂടി. കാസർഗോഡ് കുറ്റികൾ തീർന്നില്ല. രണദേവ് പറഞ്ഞ സംശയം ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല. ആദ്യത്തെ എന്തായിരുന്നു സംശയം? ആദ്യത്തെ മറ്റേ ക്ലാസ് 2 തൊട്ടിട്ട് താഴത്ത് മതി. അതെ. 2024 ഡിസംബർ 31 വന്ന ചട്ട ഭേദഗതിയിൽ ക്ലാസ് 2 മുതൽ താഴോട്ടുള്ള സംഘങ്ങൾക്ക് മാത്രമാണ് ഈ 1:2 അനുസരിച്ച് പ്രൊമോഷൻ കൊടുക്കുമ്പോൾ യോഗ്യതാ പരീക്ഷ ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സായിരിക്കണം നിബന്ധന വന്നത്. പക്ഷെ ഇപ്പോൾ രജിസ്ട്രാറുടെ സർക്കുലറില് ഈ ചട്ടഭേദഗതിക്ക് ശേഷം രജിസ്ട്രാറുടെ ഈ സർക്കുലർ ഇറങ്ങുന്നതിന് മുമ്പും ആർക്കൊക്കെ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടോ ആ പ്രൊമോഷൻ കൊടുത്തവരും ഈ യോഗ്യതാ പരീക്ഷ പാസ്സാകണം. ആ പ്രൊമോട്ടഡ് പോസ്റ്റിൽ തുടരണമെങ്കിൽ യോഗ്യതാ പരീക്ഷ പാസ്സാകണമെന്ന് പറയുന്നു. അതിലിവിടെ ക്ലാസ് 2 മുതൽ താഴോട്ടുള്ള സംഘങ്ങളുടെ കാര്യം മാത്രമേ ചട്ടത്തിൽ പറയുന്നുള്ളൂ. അതൊരു ഡിസ്ക്രിമിനേഷൻ. ആ ചട്ടം തയ്യാറാക്കിയപ്പോൾ ശ്രദ്ധിക്കാതെ പോയ ഒരു തെറ്റാണത്. അങ്ങനെ ഒരു പ്രത്യേക ക്ലാസ്സിന് മാത്രം ഈ യോഗ്യതാ പരീക്ഷ, അതിന് മുകളിലുള്ള ക്ലാസ് 1-നോ സ്പെഷ്യൽ ഗ്രേഡിനോ സൂപ്പർ ഗ്രേഡിനോ പ്യൂണ് ക്ലർക്കാകുന്നതിന് യോഗ്യതാ പരീക്ഷ വേണ്ട എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷനാണ്. ആ ചട്ടത്തിലെ അനോമലി രജിസ്ട്രാറുടെ സർക്കുലറിലൂടെയാണ് ഇപ്പോൾ നികത്തിയിരിക്കുന്നത്. അതിന് എത്രമാത്രം നിയമസാധുത ഉണ്ട് എന്നത് ഞാൻ പറയേണ്ടതല്ല, അത് കോടതി വ്യാഖ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. അതിലിവിടെ തീർച്ചയായിട്ടും ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഒരു വിഭാഗത്തിന് യോഗ്യതാ പരീക്ഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാസ്സായിരിക്കണം. രണ്ടുപേരും പാസ്സായിരിക്കണം. സൂപ്പർ ഗ്രേഡും സ്പെഷ്യൽ ഗ്രേഡും ക്ലാസ് 1-ലും പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അത് പാസ്സായിരിക്കണം. അതിനുള്ള സിലബസും തന്നിട്ടുണ്ട്.
സാർ കാസർഗോഡ് ഒരു കാര്യം കൂടെ അവിടെ വിശദീകരിക്കാനുണ്ട്. ഇപ്പം അതുമായി ബന്ധപ്പെട്ട എക്സാമിനേഷൻ ബോർഡ് ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനിൽ ക്ലർക്കാകണമെങ്കിൽ 3 വർഷത്തിൽ കുറയാതെ സർവീസ് ഉള്ള JDC വിദ്യാഭ്യാസ SLC JDC വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളായിരിക്കണം. പക്ഷെ ആ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലേലും ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ എഴുതാമെന്ന് പറയുന്നുണ്ട്. എന്താ നേട്ടം അതിന്? എന്താണ് അതിനുള്ള? അതുപോലെ ഫീസിന്റെ കാര്യത്തിലും ഒരു ക്ലാരിഫിക്കേഷൻ പ്രശ്നം വന്നിട്ടുണ്ട്. ഫീസ് ആരടക്കണം എന്നുള്ളത് ക്ലർക്കുമാരേല് ബാങ്ക് അടയ്ക്കാന്നും പ്യൂൺമാരേല് നോട്ടിഫിക്കേഷനിൽ അങ്ങനെയല്ല. രാംബിഗിറ്റി ഉണ്ട്, അസ്പഷ്ടതയുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പം നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലോട്ടും ക്വാളിഫയിങ് എക്സാമിനേഷൻ വന്നിട്ടുണ്ട്. സാധാരണ ഇതിനു മുമ്പ് നടന്നുകൊണ്ടിരുന്നത് ആ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പോഷക വിഭാഗത്തിലുള്ള ആൾക്കാർ യോഗ്യതാ പരീക്ഷ പാസ്സാണ്. ഇപ്പം ജൂനിയർ ക്ലാർക്കായിട്ട് കഴിഞ്ഞ വർഷം കയറിയ ഒരാള് ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ അയാൾക്ക് എഴുതാം. അയാൾ ഒരു പക്ഷേ ഒരു 20 കൊല്ലം കഴിഞ്ഞായിരിക്കാം അയാൾ അസിസ്റ്റന്റ് സെക്രട്ടറി ആകാൻ സാധ്യത ഉണ്ടാകുക. ഈ 20 കൊല്ലത്തിനുള്ളിൽ എന്തെല്ലാം മാറ്റങ്ങളാകാം നമ്മുടെ ബാങ്കിങ് മേഖലയിൽ, നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുക. ഇന്നിപ്പോൾ യോഗ്യതയുള്ള ആളിന് ആ 20 കൊല്ലം കഴിയുമ്പോൾ അന്നത്തെ സ്ഥിതി വെച്ചുകൊണ്ടുള്ള യോഗ്യതയല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇപ്പോഴേ അത് പാസ്സാകുക എന്ന് പറയുന്നത് ഒരു പ്രാകൃതമായ ഒന്നാണ്. അതുപോലെ തന്നെയാണ് SLC JDC വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിലും ക്വാളിഫയിങ് എക്സാമിനേഷൻ എഴുതാം. എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? അതൊക്കെ കൂടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി അടുത്തത്. ഹലോ സാറേ. ഹലോ സാറേ, ഒരു സംശയം ചോദിക്കാനാ. സാർ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മളെ അസിസ്റ്റന്റ് സെക്രട്ടറി ബാർ ഇന്റേൺ ചീഫ് അക്കൗണ്ടന്റ് ബാറിലേക്ക് 1:1 എന്ന് പറഞ്ഞില്ലേ സാറ്? ആ 1:1 സാറേ, ഇപ്പൊ ഞാൻ ഒരു ബാങ്കില് ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ എക്സാമിനേഷനിൽ എനിക്കിപ്പോ അടുത്ത പോസ്റ്റിലോട്ട് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഈ പറയുന്ന ഒരാളെ 1:1 നിലയിൽ ഒരാളെ നമ്മളെ ബാങ്ക് നിയമിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ് പോസ്റ്റിലോട്ട്. ആ വ്യക്തി അടുത്ത മാർച്ച് മാസത്തിൽ റിട്ടയർ ആവുകയാണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന നിയമപ്രകാരം പുതിയ ഒരാളെ CACB ത്രൂ അപ്പോയിന്റ് ചെയ്യേണ്ടതല്ലേ? അതെ അതെ. അങ്ങനെയുള്ളതിന് ആ എക്സാമിനേഷനിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റുന്നതല്ലേ? എഴുതാം. നമുക്ക് യോഗ്യനായിട്ടിരിക്കാമല്ലോ. അവിടെ പോസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ പിന്നെ പാസ്സാകണ്ടല്ലോ. അതെ സാർ. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇപ്പം ഓൾമോസ്റ്റ് ഒരു 10 year എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് ആ എക്സാമിനേഷൻ ഞാൻ എഴുതി, ഞാൻ അതിൽ പാസ്സായി, എനിക്ക് ആ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ സാലറി പ്രൊട്ടക്ട് ചെയ്ത് തരുമോ? ഇല്ലെങ്കിൽ എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ടു പോകില്ലേ സാറേ? സാലറിയുടെ കാര്യമൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ ആ വിഷയത്തില് ഒരു വിദഗ്ധൻ. സാലറി അല്ല, സർവീസ് വെയിറ്റേജ് കിട്ടും. സർവീസ് ഇയർ ഉണ്ടല്ലോ, അത് പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളതാണ്. അത് നിങ്ങൾ അറിയാവുന്ന പരിഗണിക്കാൻ പറ്റുമോ? ഞാൻ അതിൻ്റെ അകത്ത് ഒരു വിദഗ്ധനല്ല, ഞാൻ ഇഗ്നറന്റ് ആണ് ആ വിഷയത്തില്. ഹലോ സാറേ, മറ്റൊരു വിഷയമേ. ഹലോ സാറേ, നമ്മൾ വാർഷിക പൊതുയോഗത്തിൽ അവതരിപ്പിക്കുന്ന ലയബിലിറ്റി സംബന്ധിച്ചാണ് ചോദിക്കാനുള്ളത്. ഈ കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പം എന്റെ കൂടെ താമസിക്കുന്ന ഫാദറിൻലോ മദറിൻലോ, അപ്പൊ ഇവരുടെ ലയബിലിറ്റിയും എന്റേതായിട്ട് കാണിക്കേണ്ടതുണ്ടോ? ഇല്ല, ഞാൻ 6 പേരുടെ കാര്യം പറഞ്ഞല്ലോ. അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, ഈ 6 പേരേ ഉള്ളൂ. വേറെ ആരും ഇല്ല. ഫാദറിൻലോ ഇല്ല, മദറിൻലോ ഇല്ല, ഡോട്ടർ ഇല്ലോ ഇല്ല, സണില്ലോ ഇല്ല. ഓ ശരി ശരി ശരി. ഓക്കെ. ഹലോ, ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ CACB എക്സാം എഴുതി ജൂനിയർ ക്ലർക്കായിട്ട് വന്ന ഒരാള് അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് വീണ്ടും ആ എക്സാമിലേക്ക് എത്തുന്നത് ന്യായീകരിക്കാൻ പറ്റിയ ഒരു കാര്യമാണോ എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എത്ര വർഷം കഴിഞ്ഞാണ് അദ്ദേഹം അസിസ്റ്റന്റ് സെക്രട്ടറി ആകുക? അന്നത്തെ നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് ഇന്നത്തെ ആയിരിക്കുകയല്ലോ, അന്നത്തെ ബാങ്കിങ് നിയമം ഇന്നത്തെ ആയിരിക്കുകയല്ലോ, അന്നത്തെ ബാങ്കിങ് പ്രവർത്തനവും ഇന്നത്തെ ആയിരിക്കുകയല്ലോ. അത് ഇന്ന് എങ്ങനെ ഒരാളിനെ അതിന് യോഗ്യനാക്കാൻ പറ്റും? അല്ല, അതല്ല സാറേ ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതിയിട്ടാണ് ബാങ്കിലേക്ക് കയറുന്നത്. അപ്പൊ വീണ്ടും ഒരു ഇതല്ലേ നഷ്ടപ്പെട്ടു പോകുന്നത്? അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മള് ബാങ്കിങ് മേഖലയില് മറ്റു വാണിജ്യ ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള ടെസ്റ്റ് പാസ്സാകണം, പെർഫോമൻസ് അപ്രൈസലുണ്ട്, കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്. അല്ല, ഞാൻ പ്രൊമോഷൻ ടെസ്റ്റ് അല്ല ചോദിച്ചത്. ഹലോ സാറേ, ഞാൻ പ്രൊമോഷൻ ടെസ്റ്റ് അല്ല ചോദിച്ചത്. ആ സീനിയോറിറ്റി പ്രകാരം നമ്മളിപ്പോ 1:1
വണ്ണിൽ നമ്മൾ അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് വരുമല്ലോ. അപ്പൊ ആ സമയത്ത് ഇപ്പോ ആ ഘട്ടത്തില് പാസ്സാവേണ്ട ഒരു ജൂനിയർ ക്ലർക്ക് എക്സാം എഴുതി വന്ന ഒരു ജൂനിയർ ക്ലർക്കായി പ്രൊമോഷനായി വന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം വീണ്ടും ഒരു എക്സാം പ്രൊമോഷൻ ടെസ്റ്റ് വീണ്ടും ഒരു ചാൻസ് അല്ലേ അവിടെ നഷ്ടപ്പെടുന്നത്? വീണ്ടും എക്സാം അതല്ല, നമ്മൾ ആ സീറ്റിൽ ഒരാള് ബൈ വെർച്യൂ ഓഫ് ഈ സർവീസ് he need not be qualified. ഒരാൾക്ക് ഇത്ര കൊല്ലത്തെ സേവനമുണ്ട് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു തസ്തികയിൽ അയാൾ യോഗ്യനാണ് നമുക്ക് പറയാൻ പറ്റിയല്ല. ആ തസ്തികയിൽ യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് ഒരു പരീക്ഷ നടത്തുന്നത് നല്ല കാര്യം തന്നെയാണ്. അതാണ് ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ലൈനല്ലേ. സെക്രട്ടറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളല്ലേ. മാത്രമല്ല പ്രൊമോഷണൽ ടെസ്റ്റിനുള്ള ക്വാളിഫിക്കേഷൻ അല്ല. നമ്മളിപ്പോ ഒരു എക്സാം എഴുതി ജൂനിയർ ക്ലർക്കായി, അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന് അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നു. ആ സമയത്താണ് 1:1 പ്രശ്നം കൂടി അഭിമുഖീകരിക്കുന്നത്. അപ്പൊ അതൊരു പ്രയാസമല്ലേ എന്നുള്ളതാണ്. അല്ല, നമ്മള് എക്സാമിനേഷൻ ബോർഡിന്റെ എഴുത്ത് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന ക്ലറിക്കൽ പോസ്റ്റിൽ നിയമനം കിട്ടി. ആ ക്ലർക്ക് സീനിയർ ക്ലർക്കായി, അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഹെഡ് ക്ലർക്കായി, പിന്നെ അവിടുന്ന് ബ്രാഞ്ച് മാനേജർ, ഇന്റേണൽ ഓഡിറ്ററായി, അവിടുന്നാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. ആ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത കർമ്മമണ്ഡലവുമായി ബന്ധമുള്ളതല്ല, അതിനൊക്കെ മുകളിലുള്ള ഒരു കർമ്മമണ്ഡലമാണ്. ആ പോസ്റ്റിലോട്ട് ആള് യോഗ്യനാണോ അല്ലയോ എന്ന് ഒരു പരീക്ഷ നടത്തി നിർണ്ണയിക്കുന്ന നല്ല കാര്യം തന്നെ. സാർ ഒരു സംശയം സാർ, ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് സാർ. വകുപ്പ് 28G1 നമ്മൾ കോപ്റ്റ് ചെയ്യപ്പെടുന്ന 2 എക്സ്പേർട്ട്, ആ 2 പേരും സർവീസ് നിർബന്ധമാണോ 10 വർഷത്തെ? 2 പേർക്കും നിർബന്ധമാണ്. 2 പേർക്കും നിർബന്ധമാണ്. 28(1)G അനുസരിച്ച് 2 തരത്തിലുള്ള ഓപ്ഷൻ നടത്താം. ഒന്ന്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകള്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നതാണ് വാണിജ്യ ബാങ്കിലോ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലോ, മുൻ ജില്ലാ ബാങ്കിലോ, അർബൻ ബാങ്കിലോ, സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമോത്സവ ബാങ്കിലോ, പ്രാഥമിക കാർഷിക ഗ്രാമോത്സവ ബാങ്കിലോ, ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘത്തിലോ, മാനേജർ പദവിയിലോ അതിന് മുകളിലോ 10 കൊല്ലത്തിൽ കുറയാതെ സേവനം പൂർത്തിയാക്കിയതും ഗ്രാജുവേഷൻ വിദ്യാഭ്യാസ യോഗ്യതകളും. ഇത് 3 മസ്റ്റാണ്. 10 കൊല്ലത്തിൽ കുറയാതെ. കൂടി നമ്മളിപ്പോ പുതിയ ജനറൽ ബോഡി ചേരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിന്റെ ഒരുക്കത്തിലാണ്. അപ്പൊ നമ്മൾ ഈ ബൈലോ ഭേദഗതി, സമഗ്ര ബൈലോ ഭേദഗതി ഉണ്ടല്ലോ സാർ, അത് സാറെല്ലാം കൂടിയിട്ട് അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കിട്ടിയ വിവരം അത് ഞങ്ങൾക്ക് ബാങ്കിന് കിട്ടാൻ സാധ്യതയുണ്ടോ സാർ? ഞാന് മോഡൽ ബൈലോ 1 മാസം മുമ്പ് തയ്യാറാക്കി ബഹുമാനപ്പെട്ട നമ്മളുടെ സഹകരണ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിരുന്നു. ഞാൻ എന്നിട്ട് സാറിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ മോഡൽ ബൈലോയിൽ ഒരു സമഗ്ര ചർച്ച വേണം. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥന്മാര്, ടാക്സ് അസോസിയേഷൻ ഭാരവാഹികള്, ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികള്, ഈ മേഖലയിലെ വിദഗ്ധർ, ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ACSTയിൽ വെച്ച് നമുക്കൊരു വർക്ക്ഷോപ്പ് നടത്താം. മിനിസ്റ്റർ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ ആയില്ല. ഇന്ന് ഞാൻ മിനിസ്റ്ററുടെ ഓഫീസിൽ പോയിരുന്നു ഈ കാര്യം സൂചിപ്പിക്കാനായിട്ട്. സമഗ്ര ഒരു 67 പേജുള്ള ഒരു മോഡൽ ബൈലോ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ രജിസ്ട്രാറുടെ ഓഫീസിൽ 14 ജില്ലയിൽ നിന്നുള്ള ജോയിന്റ് രജിസ്ട്രാർമാരെ രജിസ്ട്രാർ വിളിച്ചു വരുത്തി മോഡൽ ബൈലോയിൽ ചർച്ച നടന്നു. അതുപോലെ ഒരു നോമിനൽ മെമ്പേഴ്സിന്റെ കാര്യത്തില് നമ്മുടെ സാധാരണ A ക്ലാസ് മെമ്പർമാർക്ക് അവരെ ഒരു ലിമിറ്റ് ഉണ്ട്, വിത്തിൻ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ബാങ്ക് അല്ലെങ്കിൽ സൊസൈറ്റി. അത് ബാധകമാണോ അവർക്ക്? നമ്മുടെ ബൈലോയില് എനിക്ക് 1-2 ബാങ്കുകളുടെ ബൈലോയിൽ ആ ജില്ല മുഴുവൻ അവർക്ക് നോമിനൽ മെമ്പർഷിപ്പിന് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അന്നേരം ഏരിയ ഓഫ് ഓപ്പറേഷൻ ആ A ക്ലാസ് മെമ്പർഷിപ്പിനുള്ള ആ വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായത്ത് മാത്രമാണ് എങ്കിൽ അവർക്ക് എന്തുകൊണ്ട് A ക്ലാസ് മെമ്പർഷിപ്പ് എടുത്തുകൂടാ? അന്നേരം നോമിനൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ളതും എന്നാൽ നമ്മുടെ സേവനങ്ങൾ, സഹായങ്ങൾ, വായ്പാ സഹായങ്ങൾ ആവശ്യമായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് നോമിനൽ മെമ്പർഷിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും പ്രവർത്തന പരിധിക്ക് പുറത്താകാം. അതൊരു താലൂക്ക്, നമ്മുടെ ഏത് താലൂക്കിലാണോ നമ്മുടെ സ്ഥാപനം ഇരിക്കുന്നത് ആ താലൂക്ക് മുഴുവനാകാം, വേണമെങ്കിൽ ആ ജില്ല മുഴുവനാകാം. ഒരു ജില്ല മുഴുവൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ C ക്ലാസ് മെമ്പർഷിപ്പിനുള്ള സംഘങ്ങളുടെ ബൈലോ ഞാൻ കണ്ടിട്ടുണ്ട്. സാർ അതില് പിന്നെ ഞാൻ പൂർത്തിയാക്കട്ടെ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി A ക്ലാസ് മെമ്പർ ഒരു 10 ലക്ഷം രൂപ വായ്പ എടുക്കുകയാണെങ്കിൽ
ആ 10 ലക്ഷം രൂപയുടെ 2% ഓഹരി ഉണ്ടെങ്കിൽ അയാൾക്ക് 10 ലക്ഷം രൂപ വായ്പ കൊടുക്കാൻ പറ്റുള്ളൂ. 20,000 രൂപയുടെ ഷെയർ. നേരെ മറിച്ച് ഒരു സി ക്ലാസ് മെമ്പറാണ് ഈ 10 ലക്ഷം രൂപയുടെ വായ്പ എടുക്കുന്നതെങ്കിൽ അയാൾക്ക് 100 രൂപയുടെ ഒരു സി ക്ലാസ് ഷെയർ മാത്രമേ, ഷെയർ ലിങ്കേജ് അവിടെ ഇല്ല. അത് നമുക്ക് കൊണ്ടുവരാം. സി ക്ലാസ് മെമ്പർമാർക്കും 2% മെമ്പർമാർക്ക് നൽകുന്ന സി ക്ലാസ് ഷെയർ അത് വായ്പ തുകയ്ക്ക് ആനുപാതികമായ ഷെയർ വേണം നോക്കാം. അല്ലെങ്കിൽ 1000 രൂപയുടെ 2000 രൂപയുടെ ഒരു ഷെയർ മതി. ആ ഷെയർ നോൺ റീഫണ്ടബിൾ ആണ്, അതിന് ഡിവിഡൻഡ് ഇല്ല. അങ്ങനെയുള്ള റെസ്ട്രിക്റ്റീവ് പ്രൊവിഷൻ കൊണ്ടുവന്ന് ഒരു ഷെയർ ആക്കാം. പക്ഷെ ഒരിക്കലും ഈ 50 രൂപയുടെ ഒരു ഷെയർ എടുത്ത ആള് 10 ലക്ഷം രൂപയോ 20 ലക്ഷം രൂപയോ ഷെയർ ലിങ്കേജ് ഇല്ലാതെ വായ്പ എടുക്കുകയാണെങ്കിൽ പിന്നെ എന്തിന് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ എ ക്ലാസ് മെമ്പർഷിപ്പ് എടുക്കണം? പ്രത്യേകിച്ച് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ. നമുക്ക് 2 തരം ആ രീതിയിൽ ഒരു മാറ്റം ഇങ്ങനെ സി ക്ലാസ് മെമ്പർമാർക്ക് കാർഷിക വായ്പ ഒഴികെയുള്ള എല്ലാ വായ്പകളും നൽകാൻ ബൈലോ വ്യവസ്ഥ വരുമ്പോൾ അതിന്റെ ഷെയറിനെ കുറിച്ചും ബൈലോയിൽ വ്യവസ്ഥ ഉണ്ടായിരിക്കും. മെമ്പർമാർക്ക്, നോമിനൽ മെമ്പർമാർക്ക് വായ്പ കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ പരിധിയിലുള്ളവർക്കല്ലേ വായ്പ കൊടുക്കാൻ പറ്റത്തുള്ളൂ? അല്ല, അതല്ലേ ഇപ്പം നിയമത്തിൽ വന്നിരിക്കുന്ന ഭേദഗതി. 18ാം വകുപ്പിൽ വന്നിരിക്കുന്ന ഭേദഗതി എ ക്ലാസ് മെമ്പർമാർക്കുള്ള എല്ലാ അവകാശ അധികാരങ്ങളും നോമിനൽ മെമ്പർമാർക്കുണ്ടായിരിക്കും. അങ്ങനെയല്ലേ വന്നിരിക്കുന്ന നിയമത്തിൽ. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബൈലോ ഭേദഗതി ഉണ്ടാക്കാൻ പറ്റുമോ? ബന്ധപ്പെട്ടേ കോപ്റ്റ് ചെയ്യുന്ന മെമ്പർ ആ സംഘത്തിലെ എ ക്ലാസ് മെമ്പർ ആയിരിക്കണമെന്നുണ്ടോ? എന്തിനാണ്? ഭരണസമിതിയിലേക്ക് കോപ്റ്റ് ചെയ്തവരുണ്ടല്ലോ, അതിന് എ ക്ലാസ് മെമ്പർ ആയിരിക്കണമെന്നുണ്ടോ? അവർ ഏരിയ ഓഫ് ഓപ്പറേഷൻ അകത്തുള്ളവരായിരിക്കണമെന്നുണ്ടോ? 28(1)(g) ചട്ടത്തിൽ പറയുന്നത് സഹകരണ നിയമം അനുസരിച്ചുള്ള യോഗ്യതകൾ കോപ്റ്റ് ചെയ്യുന്ന മെമ്പർക്കുണ്ടായിരിക്കണം. സഹകരണ നിയമത്തിൽ 28ാം വകുപ്പില് 2ാം ഉപവകുപ്പിൽ യോഗ്യത പറയുന്നത്, ചട്ടത്തിന്റെ കാര്യമല്ല പറയുന്നത്. നിയമത്തില് 28ാം വകുപ്പിന്റെ 2ാം ഉപവകുപ്പിൽ 2 യോഗ്യതകൾ പറയുന്നുണ്ട്. ഈ ഷുഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് അനദർ സൊസൈറ്റി ഓഫ് ദ സെയിം ടൈപ്പ്. സമാന സ്വഭാവമുള്ള മറ്റൊരു സംഘത്തിന്റെ കമ്മിറ്റി അംഗം ആകാൻ പാടില്ല. 2 വ്യക്തിയുള്ള 2ൽ കൂടുതൽ സംഘങ്ങളിൽ ഒരേ സമയം കമ്മിറ്റി അംഗമാകാൻ പാടില്ല. 28ാം വകുപ്പിന്റെ 2ാം ഉപവകുപ്പിൽ ഈ 2 അയോഗ്യതകളാണ് പറയുന്നത്. നിയമത്തിൽ പറയുന്ന അയോഗ്യതകൾ കോപ്റ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങൾക്കുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് എന്റെ കാഴ്ചപ്പാടിൽ വരുന്നത്. ചട്ടത്തിൽ 44 പറയുന്നൊന്നും അതിൽ ഭാഗമല്ല. നോമിനൽ മെമ്പർമാർക്ക് ലോൺ കൊടുക്കുന്ന ഏത് വകുപ്പ് അനുസരിച്ച്? 18 വകുപ്പ് 18. ഈ നോമിനൽ മെമ്പേഴ്സിനെ നമുക്ക് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോ സാധാരണ ഒരു 50 രൂപയുടെ മെമ്പർഷിപ്പില് ഗോൾഡ് ലോണും മറ്റുള്ള ലോണുകൾക്ക് പൈസ കൂട്ടിയിട്ട് 500 1000 വെച്ചിട്ടൊരു ഡി ക്ലാസ് മെമ്പർഷിപ്പ് ആ രീതിയിൽ ചെയ്തുകൂടെ? ആ ഡി ക്ലാസ്സിന് മാത്രം താലൂക്ക് അതിർത്തി. ഞങ്ങൾക്ക് ഡി ക്ലാസ്സിന് താലൂക്കിൽ അതിർത്തി കിട്ടിയിട്ടുണ്ട്. പണ്ടൊരു മറ്റേ HP മറ്റേ ഹയർ പർച്ചേസ് ലോൺ കൊടുക്കാനായിട്ട്. ഇതിനു വേണ്ടി ഉപയോഗിക്കാലോ അല്ലെ? അപ്പൊ സി ക്ലാസ് ഗോൾഡ് ലോണിനും ധൈര്യമായിട്ട് ചെയ്യാം. അത് വേണമല്ല എങ്കിൽ ഞാൻ പറയില്ല, എ ക്ലാസ് മെമ്പർമാർക്ക് പിന്നെ എന്താണ് ഒരു പ്രിഫറൻസ്? അവർക്ക് ഷെയർ ലിങ്കേജ് ഉണ്ട്. മറ്റവർക്ക് 50 രൂപയുടെ ഒരു ഷെയർ എടുത്താൽ എത്ര ലക്ഷം വേണേലും വായ്പ കൊടുക്കാവുന്ന ഒരു സ്ഥിതി വന്നാൽ ആ എ ക്ലാസ് മെമ്പറുടെ പ്രിവിലേജ് അല്ല നഷ്ടപ്പെടുന്നത്. നമുക്ക് എമൗണ്ട് കൂട്ടും ചെയ്യാം അല്ലെ? ബൈലോ അമെന്റ്മെന്റിൽ ഡി ക്ലാസിന്റെ എമൗണ്ട് കൂട്ടാം. മാത്രം വായ്പ കൊടുക്കാന്നുള്ളത് വെക്കാം. അതെ സാറേ, ഒരു സാറേ എ ക്ലാസ് മെമ്പർ അല്ലെങ്കിലും കോപ്റ്റ് ചെയ്യാതല്ലേ സാർ? ഇപ്പം എ ക്ലാസ് മെമ്പർ അല്ലെങ്കിലും അങ്ങനെ ഒരു വ്യക്തത നിയമത്തിന്റെ അകത്തില്ല. നിയമം അനുസരിച്ചുള്ള അയോഗ്യതകൾ, സഹകരണ നിയമം അനുസരിച്ചുള്ള അയോഗ്യതകളൊന്നും കോപ്റ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സാറേ, ഈ പ്രാഥമിക ബാങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞ ഈ ബൈലോ അമെന്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാലേ ഒരു പഞ്ചായത്ത് പരിധിയായിട്ടുള്ള ഒരു പ്രാഥമിക ബാങ്കിന് ഈ സാറ് പറഞ്ഞ ബൈലോ അമെന്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ആ നോമിനൽ മെമ്പർഷിപ്പിൽ ജില്ല മുഴുവനായിട്ടും ഈ ലോൺ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ഡി ക്ലാസ് മെമ്പർഷിപ്പ്. ഇപ്പോൾ തന്നെ
ആ എ ക്ലാസ് മെമ്പർഷിപ്പിന് പുറത്തുള്ളവർക്ക് ഡി ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കാൻ ബൈലോ വ്യവസ്ഥയുള്ള സംഘങ്ങൾ ചില വായ്പകൾ, കച്ചവട വായ്പ പോലെയുള്ള, മോർഗേജ് ലോൺ പോലെയുള്ള ചില വായ്പകൾ ഡി ക്ലാസ് മെമ്പർമാർക്ക് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഏരിയ, താലൂക്ക് മുഴുവനായിട്ട് നിലവിൽ ബൈലോയിൽ വ്യവസ്ഥയുള്ള സംഘങ്ങൾ എനിക്കറിയാം. അത് ഈ ബൈലോ ഭേദഗതി ചെയ്യുന്നതോടുകൂടി ജില്ലാ പരിധിയായി മാറി കിട്ടുമെന്നാണ് സാറേ ഞാൻ ചോദിക്കുന്നത്. ബൈലോ ഭേദഗതി ചെയ്യുമ്പോൾ നിലവിൽ പഞ്ചായത്താണ് സാറേ പരിധി ഡി ക്ലാസ്സിന്. അതെ, ഡി ക്ലാസ്സിന് അല്ലെങ്കിൽ സി ക്ലാസ്സിന് പഞ്ചായത്താണ് പരിധി. ബൈലോ ഭേദഗതി ചെയ്യുമ്പോൾ താലൂക്ക് മുഴുവൻ പ്രവർത്തന മേഖലയാകാം, സിക്കും ഡിക്കും. ഓക്കെ സാർ, താങ്ക് യു. ഭരണസമിതിയിലേക്ക് കോപ്റ്റ് ചെയ്യുന്ന വിദഗ്ധരുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് രണ്ടുപേരെ ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു അർബൻ സഹകരണ ബാങ്കിൽ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ 2 ഭരണസമിതി അംഗങ്ങൾ പ്രൊഫഷണൽ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ 2 പേരെ കോപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിബന്ധനയുണ്ടോ? അർബൻ ബാങ്കുകൾക്ക് ഈ നിയമ വ്യവസ്ഥ എത്രമാത്രം ബാധകമാകും എന്നത് RBI ആണ് പറയേണ്ടത്. കാരണം അർബൻ ബാങ്കുകളുടെ റിസർവ് ബാങ്ക് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് അർബൻ ബാങ്കുകളുടെ ഭരണസമിതിയിൽ 50% കുറയാതെ പ്രൊഫഷണലുകൾ ഉണ്ടായിരിക്കണം. 2 അല്ല പറയുന്നത്, 50% കുറയാതെ. ഇപ്പം കേരള ബാങ്കിന്റെ ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ 2 പ്രൊഫഷണലുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 2 പ്രൊഫഷണലുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടാതെ RBI നിർദ്ദേശം അനുസരിച്ച് അവിടെ ഒരു ബോർഡ് ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അതിൽ 12 പേരാണ്. ആ 12 പേരിൽ 6 പേരും പ്രൊഫഷണൽസ് ആണ്. ഇത് ഭരണസമിതിയിൽ ഇപ്പോൾ 51% പ്രൊഫഷണൽസ് വേണമെന്ന് പറയുന്നുണ്ട്. അത് കൂടാതെ ബാങ്കിങ് രംഗത്ത് പരിചയമുള്ള 2 പേരും കൂടി കമ്പൽസറി ആയിട്ട് പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നിലവിലുണ്ട്. 51% എന്ന് പറഞ്ഞാൽ മറ്റ് വിദ്യാഭ്യാസ യോഗ്യതകളും അങ്ങനെയൊക്കെ വെച്ചിട്ട് അവരെ 51% ആക്കുന്നുണ്ട്. കൂടാതെ 2 പേര് ബാങ്കിങ് രംഗത്തു നിന്ന് വന്ന് 2 പ്രൊഫഷണൽസ് ഇപ്പൊ മിക്ക അർബൻ ബാങ്കുകളിലും ഉണ്ട്. അപ്പൊ അത് കൂടാതെ ഈ 2 പേരെ കേരള ബാങ്കിലുണ്ട് 2 പ്രാക്ടിക്കൽ ബാങ്കേഴ്സ്. 2 പ്രാക്ടിക്കൽ ബാങ്കേഴ്സിനെ പ്രൊഫഷണൽസ് ആയിട്ട് ബോർഡിൽ കോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് കോപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നോമിനൽ മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ സാറേ, അത് എംപ്ലോയീസ് അംഗങ്ങൾക്ക് ബാധകമാണോ? ഏത് നോമിനൽ മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, വായ്പ കൊടുക്കാൻ, കാർഷിക വായ്പ ഒഴികെ കൊടുക്കാമെന്ന് പറഞ്ഞത് എംപ്ലോയീസ് അംഗങ്ങൾക്കും ബാധകമാണോ? എംപ്ലോയീസ് സൊസൈറ്റികളുടെ കാര്യം പറയുന്നില്ല സാർ. അതേപോലെ ഒരു സംശയം കൂടെ, ഈ കോപ്റ്റ് ചെയ്യുന്ന കാര്യം എംപ്ലോയീസ് അംഗങ്ങൾക്ക് ബാധകമാണോ? 2 പേരെ എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റികളുമാ പറയുന്നത്. അപ്പൊ അത് എംപ്ലോയീസ് ക്രെഡിറ്റ് ആണെങ്കിൽ അവർക്കും ബാധകമാണ്. അതാണ്. ഓക്കെ സാർ, താങ്ക് യു. ഒരു സംബന്ധിച്ച് അതിനകത്ത് ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു, ടോട്ടൽ 25% അധികരിക്കാതെ നേരിട്ട് നിയമനം സാധ്യമല്ല എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അപ്പൊ അതും പ്രകാരം ഈ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി ഉള്ളിടത്ത് നമുക്ക് ഈ 1:1 ബാധകമാകുമോ? പണ്ട് ആ ചട്ടത്തിൽ ഉണ്ടായിരുന്നത് 1:1. നമ്മള് ഒരു തസ്തിക മാത്രമുള്ള സംഘങ്ങളിൽ അത് ബാധകമല്ല. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പോലെ, സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പോലെ പറഞ്ഞിരിക്കുന്ന തസ്തികയില്, അതായത് നമ്മുടെ സഹകരണ ചട്ടം 185 പറഞ്ഞിരിക്കുന്ന ആ ക്ലാസ്സിൽ പെടുന്ന സംഘങ്ങള്, അതിൽ മാത്രമാണ് ഒരു പോസ്റ്റിൽ തന്നെ 10ഉം 20ഉം ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് അത് 25% എന്നുള്ള ബാധകമാണ്. നമുക്കത് വരുന്നില്ല. 25% എന്ന് പറയുന്നത് കൺസേൺ തസ്തികയല്ലേ, ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി മാത്രമേ ഉള്ളൂ, ബാക്കി ജീവനക്കാരും ഉണ്ട്. 22 ജീവനക്കാരുള്ളതിൽ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി, ഒരു ചീഫ് സ്റ്റാഫറും ഉണ്ട്. അപ്പോ ഈ 25% എന്ന് പറയുന്നത് അത് അതിനകത്ത് വരുന്നില്ലല്ലോ. ഒരിക്കലും വരികയല്ല. ഒരിക്കലും 25% ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളിൽ ഉണ്ടാകുകയില്ല. അത് ഈ പുതിയ അമെന്റ്മെന്റിൽ അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിൽ മാത്രമാണ്, കാർഷിക ഗ്രാമവികസന ബാങ്കിൽ മാത്രം. അത് ഒന്നിൽ ഒരേ പോസ്റ്റില് ധാരാളം ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അത് ബാധകമാകുക. സർ, അത് സംബന്ധിച്ച് ഒരു സമ്മതിക്കുന്നതാണ്. 12/12/2024 റൂൾ അമെന്റ്മെന്റ്
ബാക്കി ഇപ്പൊ ഒരാള്. കാർഷിക എല്ലാരും കൂടെ വികസന ബാങ്കിൽ മാത്രമേ ഉള്ളൂ. ചോദിക്കേ ഏത് സാറിന് നേരത്തെ ആൻസർ ഇതെല്ലാം പറയാനുള്ള ഒഴിവാക്കി സാഹചര്യം കൂടെ സൃഷ്ടിക്കുക. 25% എന്നുള്ളത് ഇപ്പൊ 31/12/2024 റൂൾ അമെന്റ്മെന്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ നിലനിർത്തിയത് മാത്രം അതായത് കാർഷിക വികസന ഗ്രാമവികസന ബാങ്കിൽ മാത്രമേ ഉള്ളൂ ഡെപ്യൂട്ടി മാനേജർ തസ്തികയിൽ. ബാക്കിയുള്ള സംസ്ഥാന സഹകരണ ബാങ്കിലെ അക്കൗണ്ട്സ് ഓഫീസർ, DCBയിലെ അത് നേരത്തെ തന്നെ ഒഴിവായല്ലോ, ബ്രാഞ്ച് മാനേജർ തത്വത്തിലെ തസ്തികകൾ. കാരണം 25% എന്ന് പറയുന്നത് 4 വേണമല്ലോ. 4 തസ്തിക PCS ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ 25% ഒന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ അസിസ്റ്റന്റ് സെക്രട്ടറി മാത്രമേ ഉണ്ടാവൂ. അതല്ലെങ്കിൽ ഈ പറയുന്ന ആരാണ് എവിടെയോ കൊടുക്കാൻ പറ്റുമോ 25%. അതുകൊണ്ട് അതെല്ലാം തന്നെ ഈ റൂൾ അമെന്റ്മെന്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അതെ അതെ, മറ്റുള്ളവർക്ക് അത് ബാധകമായി. ഇപ്പം കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് നമ്മുടെ ഈ ചട്ടവ്യവസ്ഥയല്ല, അവർക്ക് പ്രത്യേക സ്റ്റാഫ് റെഗുലേഷൻ ഉണ്ട് ഗവൺമെന്റ് അംഗീകരിച്ചത്. കേരള സഹകരണ സംഘ ചട്ടത്തിലെ വ്യവസ്ഥയല്ല ഇവിടെ ബാധകമായിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന് പ്രത്യേക സ്റ്റാഫ് റെഗുലേഷൻ ഉണ്ട്, അതാണ് അവർക്ക് ബാധകമാകുന്നത്. 22 പേരുണ്ട്. ആ 22 പേരില് 22 പേരുള്ള എന്റെ സംഘത്തില് ഈ 1:1 വെച്ചിട്ട് അസിസ്റ്റന്റ് സെക്രട്ടറിയെ പുറത്തുനിന്ന് എടുക്കേണ്ടതുണ്ടോ ഇല്ലയോ? ഒറ്റ ചോദ്യം. അസിസ്റ്റന്റ് സെക്രട്ടറിയെ നിങ്ങള് 100 കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ള സ്ഥാപനമാണ് എങ്കിൽ ആ ചട്ടവ്യവസ്ഥ വന്ന ശേഷം ഒരാളെ പ്രൊമോട്ട് ചെയ്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ആക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റ് നേരിട്ട് തന്നെ നിയമനം നടത്തണം. അതൊരു ഡൗട്ടും കൂടിയും, അത് ചീഫ് അക്കൗണ്ടന്റിന് ബാധകമാണോ അതോ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് മാത്രമാണോ ബാധകം? ആ ചീഫ് അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് ഇക്വലന്റ് ആണെങ്കിൽ ബാധകമാണ്. സർ, കോർപ്പറേറ്റ് മെമ്പേഴ്സിനെ സംബന്ധിക്കുന്നതാണ്, കോപ്ഷനെ സംബന്ധിക്കുന്നതാണ്. നമ്മള് ഗിരീഷാണ്, പരങ്ങാട് സെക്രട്ടറിയാണ്. നമ്മള് ഭരണസമിതിയിലേക്ക് 2 അംഗങ്ങൾ കോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇവരുടെ കാലാവധി ഭരണസമിതിയുടെ കാലാവധി തീരുന്നവരെ ആയിരിക്കും വിചാരിക്കുന്നു. ഇതിനിടയിൽ ഈ 2 അംഗങ്ങളിൽ ഒരാളിനെയോ മാറ്റണമെങ്കിൽ സാധിക്കുമോ എന്നുള്ളതാണ്. അതിനെ കുറിച്ച് നിയമത്തില് വ്യക്തമായ ഒരു വ്യവസ്ഥ ഇപ്പോൾ ഇല്ല. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം സാറേ, നമ്മൾ ലേലം കൊള്ളുമ്പോ ആരും ഇല്ലെങ്കിൽ ബാങ്കിന്റെ പേരിലോട്ട് മാറ്റുമോ? സെക്രട്ടറിയുടെ പേരിലോട്ട് എടുക്കുമല്ലോ ലേലം? 56A. അങ്ങനെ എടുക്കുന്ന വസ്തു രജിസ്ട്രേഷൻ വകുപ്പിൽ നമ്മള് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് രജിസ്ട്രേഷൻ നടത്തുമോ എന്നുള്ളതാണ് ഒരു ആശങ്ക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരുമല്ലോ? അത് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും സംഘവും അംഗവുമായിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻ മാത്രമാണ്. അതിന് സീലിംഗ് ഉണ്ട്. ഇത്ര രൂപ വരെയുള്ള ഇടപാടുകൾക്ക് മാത്രമേ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ സീലിംഗ് എനിക്കറിയില്ല, പക്ഷെ ഒരു സീലിംഗ് ഉണ്ട്. അതിന് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ആനുകൂല്യം കിട്ടുകയില്ല. ഇപ്രകാരം ആധാർ രജിസ്റ്റർ ചെയ്യണം അല്ലെ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ വകുപ്പില്? വേണ്ട, തീർച്ചയായിട്ടും വേണ്ടേ, ഡോക്യുമെന്റേഷൻ വേണം. അത് സാറേ, നമ്മളെ ഈ വസ്തു ഒരാൾ വന്ന് ലേലം ചെയ്യണു. ഇപ്പൊ 20 ലക്ഷം കിട്ടേണ്ടതാണ്, അവർ 15 ലക്ഷത്തിനെ ലേലം കൊണ്ടുള്ളൂ. അപ്പൊ അത് നമുക്ക് അവർക്ക് അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അതുപോലെ ബാക്കിയുള്ള 5 ലക്ഷത്തിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് നമ്മളുടെ ഈട് വസ്തു കൊണ്ട് പ്രിൻസിപ്പിൾ ഓഫ് അപ്രോപ്രിയേഷൻ അനുസരിച്ച് ലേലത്തിൽ കിട്ടിയ തുക ആദ്യം ലേല ചെലവ്, പിന്നെ പരസ്യ ചെലവ്, പിന്നെ പിഴപ്പലിശ, പിന്നെ പലിശ, അവസാനമാണ് മുതൽ വരവെക്കുക. മുതലിൽ വരവെക്കാൻ മിച്ചമുള്ള തുക തികയുന്നില്ല എങ്കിൽ വീണ്ടും അയാളുടെ പേരിൽ മറ്റ് സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉണ്ടെങ്കിൽ രണ്ടാമത് ആർബിട്രേഷൻ ഫയൽ ചെയ്ത് അതിൽ ഒരു അവാർഡ് വാങ്ങി അത് നടപ്പാക്കാം. 1. 2, സഹകരണ നിയമത്തിന്റെ 38-ാം വകുപ്പ് അനുസരിച്ച് ആ കുടിശ്ശികക്കാരന് ബാങ്കിൽ ഒരു നിക്ഷേപമുണ്ട് എങ്കിൽ ആ നിക്ഷേപത്തിൽ നമുക്കൊരു ചാർജ് ഉണ്ട്. ബാങ്കേഴ്സ് ലീൻ പോലെ 38-ാം വകുപ്പ് എന്ന് പറയുന്ന ബാങ്കേഴ്സ് ലീനിന് തുല്യമായ ഒരു തുകയാണ്, ഒരു വ്യവസ്ഥയാണ്. നമുക്ക് അയാൾക്കൊരു സ്ഥിര നിക്ഷേപമുണ്ട്, അല്ലെങ്കിൽ അയാൾ സ്വർണ്ണപ്പണയ വായ്പ എടുത്ത ആളാണ്, അയാളുടെ വായ്പ ക്ലോസ് ചെയ്തു, പക്ഷേ വേറൊരു വായ്പ അവിടെ കുടിശ്ശികയാണെങ്കിൽ നമുക്ക് ആ സ്വർണം റീറ്റെയിൻ ചെയ്യാം, അത് കൊടുക്കാതിരിക്കാം, മെച്ചുറായ നിക്ഷേപം കൊടുക്കാതിരിക്കാം. ആ കുടിശ്ശിക വായ്പക്കാരന് നമ്മളിൽ നിന്ന് കിട്ടാനുള്ള തുകയിൽ നമുക്കൊരു ചാർജ് ഉണ്ടായിരിക്കും. അതാണ് 38-ാം വകുപ്പ്. ഒരു കഴിയുന്നില്ലെങ്കിൽ രണ്ടാമത് ആർബിട്രേഷൻ ഫയൽ ചെയ്ത് നമ്മൾ അവാർഡ് വാങ്ങണം, അത് നടപ്പാക്കാം. ലേലം കൊടുക്കാൻ നമുക്ക് ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ?
പിന്നെ ലേലം പിടിച്ച ആള് നമ്മൾ ലേലം സ്ഥിരീകരിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ അതിന്റെ 25% അടയ്ക്കണം. 30 ദിവസത്തിനുള്ളിൽ ബാക്കി തുക അടച്ച് സെയിൽസ് സർട്ടിഫിക്കറ്റ് ആയി കൊടുക്കണ്ടേ? ബാക്കി പൈസക്ക് നമ്മുടെ ലോണിയുടെ പേരിൽ വീണ്ടും ഫയൽ ചെയ്യാന്ന് അല്ലേ? അതെ അതെ. സാർ, ഇതുപോലെ ആർബിട്രേഷൻ നടപടികൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇയാൾക്ക് വേറെ പ്രോപ്പർട്ടികൾ ഉണ്ട് എന്ന് മനസ്സിലാവുകയാണ് ബാങ്കിന്. അപ്പൊ അതുമിക്ക് നമുക്കൊരു കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിടാൻ പറ്റുമോ? കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പറ്റുക. അതിനിപ്പോൾ വാദി ചിലപ്പം പ്രതിയാകും. പര്യാപ്തമായ വാല്യൂ ഇല്ലാത്ത പ്രോപ്പർട്ടി വാങ്ങിക്കൊണ്ട് അമിതമായി വായ്പ കൊടുത്തെങ്കിൽ അതിന് ഉത്തരവാദികൾ ചിലപ്പോൾ അതിന് അക്കൗണ്ടബിൾ ആകേണ്ടി വരും. സാറേ, ഈ ഹൗസിംഗ് സഹകരണ സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ കുറെ മുമ്പ് നടന്നാണല്ലോ, അത് ഉടനെ നടക്കാൻ സാധ്യതയുണ്ട് സാർ? അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? ഹൗസിംഗ് സൊസൈറ്റികളുടെ എനിക്കറിയില്ല. ഞാൻ നമ്മുടെ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ഒരു ക്ലാസിഫിക്കേഷൻ നോംസ് തയ്യാറാക്കി ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ ചോദിച്ചപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കുറെ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന കുറെ ഫ്ലെക്സിബിൾ നോംസ് ആണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് ഇൻകത്തിന്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജിൽ കൂടുതൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഉണ്ടാകാൻ പാടില്ല. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ടു ഇൻട്രസ്റ്റ് ഇൻകം. 2, റിസ്ക് കോസ്റ്റ് ടു ഇൻട്രസ്റ്റ് ഇൻകം. കുടിശ്ശിക പലിശയ്ക്കും കിട്ടാക്കടങ്ങൾക്കും വെക്കുന്ന കരുതൽ മൊത്തം പലിശ വരവിന്റെ ഇത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല. 3, ഇൻട്രസ്റ്റ് ഇൻകവും മിസ്ലേനിയസ് ഇൻകം കൂടുന്ന ടോട്ടൽ ഇൻകത്തിന്റെ ഇത്ര പെർസെന്റിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മാനേജ്മെന്റ് ആയ സാലറി പ്ലസ് കണ്ടിൻജൻസി ഉണ്ടാകാൻ പാടില്ല. ഇത് 3 ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിലൊരു ഫ്ലെക്സിബിൾ നോംസ് ആയിരിക്കും. മറ്റ് ശരാശരി പ്രവർത്തന മൂലധനം, ശരാശരി നിക്ഷേപം, ശരാശരി വായ്പ, ഇതൊന്നും ഭേദഗതി വരുന്നില്ല. ഇനി ഇതുപോലെ 15 കൊല്ലമല്ല, 2010 ഇതിനു മുമ്പ് ഒരു ഭേദഗതി വന്നത്. 2013 സൂപ്പർ ഗ്രേഡ് എന്ന ഒരു ഗ്രേഡ് ഉൾപ്പെടുത്തി. 2010 ഒരു ഭേദഗതി 2011 വന്നിട്ടുണ്ട്. ആ 11 വന്നത് 30 കോടി വർക്കിംഗ് ക്യാപിറ്റലായിരുന്ന സ്പെഷ്യൽ ഗ്രേഡിന് 28 കോടിയായിട്ട് കുറച്ചു. 27 കോടിയായിരുന്ന വായ്പ നിക്ഷേപം 27 കോടിയായിരുന്ന 26 കോടിയാക്കി. 23 കോടിയായിരുന്ന വായ്പ 22 കോടിയാക്കി. അത് 2011 വരുത്തിയ ഒരു ഭേദഗതി. 2013 സൂപ്പർ ഗ്രേഡ് വന്നതേ ഉള്ളൂ. അത് 15 കൊല്ലമായിട്ട് അതിൽ മാറ്റം കാര്യമായിട്ട് വന്നിട്ടില്ല. അതിലിപ്പോൾ ഒരു മാറ്റം വരുന്നു. ആ മാറ്റം ഇതുപോലെ നിക്ഷേപത്തിലോ പ്രവർത്തന മൂലധനത്തിലോ വായ്പയിലോ മാത്രം ഉണ്ടായാൽ പോരാ. ഇങ്ങനൊരു ഫ്ലെക്സിബിൾ നോംസ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇനി 20 കൊല്ലമായിട്ടും ക്ലാസിഫിക്കേഷൻ നോംസ് പരിഷ്കരിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 3 സാക്ഷാത്കരിക്കുന്ന സ്ഥാപനം ഒരിക്കലും നഷ്ടത്തിൽ പോവുകയല്ല. എന്താ പറയുന്ന ആരാണ്? രേഖയാണോ ആശയാണോ? ആരോ സംസാരിക്കുന്നു? പറഞ്ഞോ. ക്ലിയർ ആകുന്നില്ലല്ലോ. ഒന്ന് ആരെങ്കിലും ഒന്ന് പറയാമോ? മൂന്ന് ടേമിൽ കൂടുതൽ തുടർച്ചയായി ഭരണസമിതി അംഗമായി മത്സരിക്കാൻ പാടില്ല. ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് മാത്രമാണ്. അതിന്റെ അകത്ത് ഹൗസിംഗ് സൊസൈറ്റി ഉണ്ടല്ലോ. റൂൾ അമെൻഡ് ചെയ്തതിന് ഏതൊക്കെയാണ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നുള്ള റൂളിൽ പറയുന്നുണ്ട്. അതില് ഹൗസിംഗ് സൊസൈറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എംപ്ലോയി സൊസൈറ്റി ഉണ്ട് അതില്. സാർ ഇപ്പം പറഞ്ഞ ഈ വാല്യുവേഷൻ സംബന്ധിച്ച് പറഞ്ഞൊരു കാര്യത്തിൽ ഈ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വാല്യുവേഷൻ നടത്തേണ്ടത് 2 ഭരണസമിതി അംഗങ്ങൾ, 2 സീനിയർ ഉദ്യോഗസ്ഥർ, പ്ലസ് സാർ പറഞ്ഞൊരു കാര്യം കാർഷിക വികസന ബാങ്കിന്റെ വാല്യുവേഷൻ ഓഫീസർ എന്നാണ്. അത് കാർഷിക വികസന ബാങ്കിന് മാത്രം ബാധകമായതല്ല. മറ്റത് നമ്മുടെ ഒന്നുകിൽ സബ് രജിസ്ട്രാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാർ അവരുടെ റാങ്കിൽ നിന്ന് കിട്ടിയ ഇതാണല്ലേ സാർ പറയുമ്പോൾ കാർഷിക വികസന ബാങ്കിന്റെ വാല്യുവേഷൻ ഓഫീസർ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഗ്രാമോത്സവ ബാങ്ക് എന്നാ പറഞ്ഞല്ലേ? അല്ല, റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി തഹസിൽദാരുടെ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം സാറേ, ഈ സാർ പറഞ്ഞു ഈ ഒഴിവ് വരുന്ന
കാര്യങ്ങൾ 3 മാസത്തിനകം പരീക്ഷാ ബോർഡിനെ അറിയിക്കണമെന്ന് പറഞ്ഞു. അഥവാ ചിലപ്പോൾ ചില സംഘങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒഴിവ് നികത്തേണ്ടതില്ല എന്ന് ഭരണസമിതി തീരുമാനിക്കുകയാണെങ്കിൽ, അഥവാ അവരെ പരീക്ഷാ ബോർഡിനെ വിവരം അറിയിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. അത് ഭരണസമിതിയുടെ ഡിസ്ക്രിഷണറി പവറിൽ പെടുന്നതാണ്. ആ ഒഴിവന്ന വേക്കൻസിയിൽ നിയമനം നടത്തണമോ വേണ്ടയോ, അതിനുള്ള ബിസിനസ് ഇപ്പോൾ ഇല്ല എന്നൊരു കാഴ്ചപ്പാടാണ് ബോർഡിനുള്ളതെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. സർ, PSCS ഒഴികെയുള്ള മറ്റ് സ്ഥാപനങ്ങളുടെ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് സാറിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? മറ്റ് വിഭാഗത്തിലുള്ള സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പരിഷ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിലും മാറ്റം ഉണ്ടാകും. എല്ലാ വിഭാഗം സംഘങ്ങളുടെയും ക്ലാസിഫിക്കേഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റമുണ്ടാകും. അത് ഏതൊക്കെ രീതിയിലാണ് മാറ്റം വരുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് വായ്പാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരിജ്ഞാനം മാത്രമേ ഉള്ളൂ. സാറേ, നമ്മുടെ ലാഭവിഭജനത്തില് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് അത് നമുക്ക് മാൻഡേറ്ററി അല്ലാത്തപ്പോഴും 5% വീതം പിടിച്ചിട്ടായിരുന്നു. ആ തുകകൾ നമ്മൾ ഇനി അക്കൗണ്ടിലേക്ക് അടയ്ക്കണമെന്നുള്ളത് നിർബന്ധമാണോ? അത് നേരത്തെ 56(2) പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് കിടന്നത്. ബാലൻസ് ഓഫ് ദ പ്രോഫിറ്റ് 56(1) പറയുന്നത് എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്കിംഗ് ഇൻ പ്രോഫിറ്റ് ഷാൽ സെറ്റ് എ പാർട്ട് എന്ന് പറഞ്ഞാണ്. ഷാൽ എവിടൊക്കെ വരുന്നതൊക്കെ മാൻഡേറ്ററി ആണ്, അനുശാസനമാണ്, നിർബന്ധമായും പാലിക്കണം. 56(2) പറയുന്നത് ദ ബാലൻസ് ഓഫ് ദ പ്രോഫിറ്റ് may be utilized for all or any of the following purposes. അവിടെ 2 ഓപ്ഷൻ ഉണ്ട്. മേ എന്ന് വന്നിരിക്കുന്ന കാരണം കമ്പൽഷൻ ഇല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. 2 for all or any of the following purposes. 56(2) പറഞ്ഞിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയോ മിച്ചമുള്ള ലാഭം ഉപയോഗിക്കാം. അന്നേരം അത് പൊതുയോഗമാണ് തീരുമാനിക്കേണ്ടത്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ട് മാറ്റണം വേണ്ടെന്ന് പൊതുയോഗമാണ് 56(2) പ്രകാരം. ഞാൻ 53-ാം ചട്ടം പ്രകാരമല്ല പറയുന്നത്. 56(2) വിരുദ്ധമായിട്ടാണ് നേരത്തെ ചട്ടം 53-ൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് കിടന്നിരുന്നത്. 53-ാം ചട്ടത്തില് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിർബന്ധമായും വകമാറ്റേണ്ട ഒന്നായിട്ടാണ് ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ചട്ടവ്യവസ്ഥ ഏതെങ്കിലും ആക്ടിന് വിരുദ്ധമാണെങ്കിൽ ദ പ്രൊവിഷൻസ് ഇൻ ദ ആക്ട് വിൽ പ്രിവെയിൽ. അതാണ് ഞാൻ 32-ാം വകുപ്പിന്റെയും 44-ാം ചട്ടത്തിന്റെയും വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ അതുപോലെ തന്നെ 56(2) വിരുദ്ധമായി 53-ാം ചട്ടത്തിൽ വ്യവസ്ഥയുണ്ടെങ്കിൽ ആ ചട്ടവ്യവസ്ഥയ്ക്ക് നിയമസാധുതയില്ല. വകുപ്പില് സ്റ്റാറ്റ്യൂട്ടറി അല്ലാത്ത ഒരു ഫണ്ടിനെ ചട്ടത്തിൽ കൊണ്ടുവന്ന് സ്റ്റാറ്റ്യൂട്ടറി ആക്കുകയും അത് ഓഡിറ്റർ ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്നു. അത് ആരും ചോദ്യം ചെയ്യപ്പെടാഞ്ഞത് കാരണം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തന്നെ തുടർന്നു. ഇപ്പൊ അതല്ല, ഇപ്പൊ അങ്ങനല്ല. ഇപ്പോൾ അത് 56(1) തന്നെയാണ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് നിർബന്ധമായും ലാഭത്തിൽ നിന്ന് വകമാറ്റേണ്ടതാണ്. നേരത്തെ അത് സ്റ്റാറ്റ്യൂട്ടറി അല്ലാതിരുന്നപ്പോൾ ഓഡിറ്ററാണ് വകമാറ്റിയതെങ്കിൽ അത് നിർബന്ധമായും നിക്ഷേപിക്കണം എന്ന് വകുപ്പിൽ പറയുന്നില്ല, 56(2) പറയുന്നില്ല. ഇത്രയും ഞാൻ പറയും. ബാക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് ചെയ്യേണ്ടത്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് അത് നമുക്കിപ്പോ 56(2) കൊണ്ടുവന്ന സ്ഥിതിക്ക് അതിനി 7% തന്നെ വകയിരുത്തണമെന്ന് നിർബന്ധമുണ്ടോ? അതോ പൊതുയോഗത്തിന് തീരുമാനിച്ചിട്ട് അതിൽ ആവശ്യത്തിനനുസരിച്ച് മാത്രം വകയിരുത്താൻ പറ്റുമോ? അതിന് ഞാൻ തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്നത്, 56(2) അംഗങ്ങൾക്ക് അവരുടെ ഓഹരി മൂലധനത്തിന് 25% വരെ ലാഭവിധം, ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് പ്രകാരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകുന്നതിന് ലാഭത്തിന്റെ 10% വരെ പൊതുനന്മ ഫണ്ട്. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളൊക്കെ ഈ 25% ഡിവിഡൻഡ് കൊടുക്കാറുണ്ടോ? ലാഭത്തിന്റെ 10% പൊതുനന്മ ഫണ്ടിലോട്ട് മാറ്റാറുണ്ടോ? ഇല്ല എങ്കിൽ അതുപോലെ തന്നെയാണ് 7% അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. അപ്പൊ നമുക്ക് 2-3% ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ജനറൽ ബോഡി. ഓക്കെ. 4:1 റേഷ്യോയെ സാറെ 1:4 ആയിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്, 4:1 ആയിട്ടും വ്യാഖ്യാനിക്കുന്നുണ്ട്. ശരിക്കും ഒരാളെ പ്രൊമോട്ട് ചെയ്ത ശേഷം മതിയോ എക്സാമിനേഷൻ ബോർഡിൽ നിന്ന് 4 പേരെ വളരെ സ്പെസിഫിക് ആണ്. 1:2 1:4 ഇത് രണ്ടും
ഒരാളെ ആദ്യം പ്രൊമോട്ട് ചെയ്യുക, അതിനുശേഷമാണ് നേരിട്ടുള്ള നിയമനം. ഫസ്റ്റ് പ്രൊമോഷനാണ്, അത് കഴിഞ്ഞ് മാത്രമാണ് നേരിട്ടുള്ള നിയമനം. അത് അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികയിലോട്ടുള്ള 1:1, 2:1, 3:1 ആയാലും, സബ് സ്റ്റാഫിൽ നിന്നും ക്ലറിക്കൽ പോസ്റ്റിലോട്ടുള്ള 4:1 ആയാലും 2:1 ആയാലും രണ്ടും ആദ്യം പ്രൊമോഷനാണ്, അത് കഴിഞ്ഞാണ് നേരിട്ടുള്ള നിയമനം. ഇതെല്ലാം ഈ 2024 അമെന്റ്മെന്റിന് ശേഷം ഉള്ളതേ ബാധകമുള്ളോ ഉള്ളവർക്കേ? അല്ല, നേരത്തെ ഉണ്ടായിരുന്നല്ലോ 1:4 എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്നു. അതല്ല, അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഏത് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ 2:1 അത് 1:1 2022 ഓഗസ്റ്റിലാണ് അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലോട്ടുള്ള 3:1, 2:1, 1:1 എന്നുള്ളത് 2022 വന്ന അന്ന് മുതൽ അത് ബാധ. ഒരു ഡൗട്ട് ചോദിക്കട്ടെ സർ? ചട്ടഭേദഗതി ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഒരു പ്രത്യേക ചട്ടഭേദഗതി കൊണ്ടുവന്ന 2022. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ഓഗസ്റ്റ് 2022. സർ ഈ 1:1 ഇല്ലേ സർ, നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ബാർ ചീഫ് അക്കൗണ്ടന്റ് സർ, അതിൽ എക്സാം എഴുതുന്ന ക്വാളിഫിക്കേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ബാർ ചീഫ് അക്കൗണ്ടന്റും CSEB-യുടെ കറിക്കൽ എക്സാമിന് വരുന്നവർക്കും സെയിം സിലബസ് ആണ്. അപ്പൊ നമ്മൾ അതിൽ എക്സാം എഴുതി വരുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പ്രൊമോഷൻ ടെസ്റ്റ് പാസ്സായവരുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ 1:1 പുറത്തുനിന്ന് ആളെ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ അടുത്ത ആൾക്കാർക്ക് അവിടെ പ്രൊമോഷൻ കിട്ടുള്ളൂ. നമ്മള് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പോഷക വിഭാഗമായ ഇന്റേണൽ ഓഡിറ്റർ, ബ്രാഞ്ച് മാനേജർ തസ്തികയില് എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളായാലും, ആ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയ ആളായാലും, ക്വാളിഫയിങ് എക്സാമിനേഷൻ പൂർത്തിയാക്കിയ ആളായാലും ശരി, അവിടെ ആ നോംസ് നമ്മൾ കംപ്ലൈ ചെയ്യണം. 3:1, 2:1, 1:1 അവിടെ കംപ്ലൈ ചെയ്യണം. സാറേ, ഞാനൊരു എംപ്ലോയി സൊസൈറ്റി സെക്രട്ടറിയാണ്. സാറേ, നമ്മൾ ഈ ഓഡിറ്റ് സീക്രട്ട് റിസർവ് സാധാരണ നമ്മൾ ലാൻഡ് അക്വിസിഷൻ ഫണ്ട് വെക്കാറുണ്ട് എല്ലാ വർഷവും. പക്ഷെ ഈ പ്രാവശ്യം അത് സീക്രട്ട് റിസർവ് വെച്ചുകൂടാന്ന് ഓഡിറ്റർമാർ പറയുന്നുണ്ട്. അപ്പൊ അതിന് കൃത്യമായ നിർദ്ദേശമോ സർക്കുലറോ ഇതിനുണ്ട് സാർ വെച്ചുകൂടാ? ഓഡിറ്റ് ഡയറക്ടറുടെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവിൽ വളരെ സ്പെസിഫിക് ആയി പറയുന്നുണ്ട്, റിസർവ് ഫോർ ഫ്യൂച്ചർ ലോസസ് അത് മാത്രം അനുവദനീയമല്ല. കാരണം നമ്മൾ കോപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട അമെന്റ്മെന്റ് നടത്തുമ്പോൾ നമുക്ക് സഹകരണ നിയമത്തിനും ചട്ടത്തിനും വിധേയമായി 2 പേരെ ഭരണസമിതിക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 വർഷത്തിനകം കോപ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് മാത്രം. 6 മാസത്തിനകം മാറ്റിയാൽ മതി. അങ്ങനെ ആ ഒരു സെന്റൻസ് മാത്രം മതിയോ? മറ്റേ ഡീറ്റെയിൽസ് ഒന്നും അമെന്റ്മെന്റിൽ വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. ക്വാളിഫിക്കേഷൻസ് തീർച്ചയായിട്ടും വേണം. ചട്ടത്തിൽ പറയുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ബൈലോയിൽ കൊണ്ടുവരണം. അതായത് വാണിജ്യ ബാങ്കിലോ സംസ്ഥാന അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ്, വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്ന അതുപോലെ തന്നെ ബൈലോയിൽ കൊണ്ടുവരണം. ആണ്, അല്ലാതെ ആ വേർഡിങ്സ് മാത്രം പോരാ. സർ, അവിടെ തന്നെ ഒരു സംശയം. ആ കോപ്ഷൻ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതിലെ അയോഗ്യതകൾ ഉണ്ടായിരിക്കില്ല എന്നാണോ, ഇനി അയോഗ്യതകൾ ഉണ്ടായിരിക്കരുത് എന്നാണോ അവിടെ വരുന്നത്? ആ വേർഡിന്റെ മീനിങ് അയോഗ്യതകൾ ഉണ്ടായിരിക്കരുത് എന്നാണ്. സഹകരണ നിയമം അനുസരിച്ചുള്ള അയോഗ്യതകൾ കോപ്റ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഷാൾ നോട്ട് ഹാവ് എന്നല്ലേ പറയുന്നത്? ഷാൾ നോട്ട് ഹാവ് ഡിസ്ക്വാളിഫിക്കേഷൻ അണ്ടർ KCS ആക്ട്. അപ്പൊ ഷാൾ നോട്ട് ഹാവ് കമ്പൽസറിയാ. അല്ല, ഇങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചോട്ടെ സാർ, അയോഗ്യതകൾ ഉണ്ടായിരിക്കില്ല എന്ന്. ഉണ്ടായിരിക്കില്ല അങ്ങനല്ല. കോപ്റ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ആ കോപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴല്ലേ ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നത്. ഉണ്ടാകാൻ പാടില്ല എന്ന് കോപ്റ്റ് ചെയ്യുമ്പോൾ പറയേണ്ടത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല. അത് കോപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇല്ല, അങ്ങനെയുള്ള അയോഗ്യതകൾ ഇല്ല എന്ന് നമുക്ക് പറയാം. കോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. സാറേ, ഈ 2:1 ഉള്ള സൊസൈറ്റികളെ ഇപ്പം 2 ആളാ ഇപ്പം ബോർഡ് നേരിട്ട് നിയമനം നടത്തി കഴിഞ്ഞ് പിന്നീട് PSCക്ക് പരീക്ഷാ ബോർഡിന് നിയമനം നടന്നു കഴിഞ്ഞാൽ തന്നെയുള്ളൂ ബോർഡിന് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്താ തീരുമാനം മാറ്റിയിട്ട് അങ്ങനെ എടുക്കാൻ വല്ല സാധ്യതയും പറ്റുമോ? അങ്ങനെ ആദ്യം ഒരാളെ പ്രൊമോട്ട് ചെയ്ത് ക്ലർക്കാക്കി കഴിഞ്ഞാണ് 2 പേരെ നേരിട്ട് എക്സാമിനേഷൻ ബോർഡിന്റെ എഴുത്ത് പരീക്ഷയോടെ നിയമിക്കുന്നത്. അങ്ങനെ 2 പേരെ നിയമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു പോസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ അടുത്ത പോസ്റ്റിലോട്ട് അവിടുത്തെ സ്റ്റാഫിനെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്യൂണിനെ, അറ്റൻഡറെ പ്രൊമോട്ട് ചെയ്ത് ക്ലർക്ക് ആക്കണം. ആദ്യം പ്രൊമോഷനാണ്, അത് കഴിഞ്ഞാണ് നേരിട്ടുള്ള നിയമനം.
സർ, ഇതിൽ നമ്മൾ നേരിട്ടുള്ള നിയമനത്തിന് CSEB വഴി കൊടുത്തു. രണ്ടുപേര് വന്നില്ല, റാങ്ക് ലിസ്റ്റ് വന്നു പക്ഷെ ജോയിൻ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും ഒരാൾക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു, അതിൻ്റെ അകത്ത് ജോയിനിങ് ടൈം പറഞ്ഞു. ആ ജോയിനിങ് ടൈമിനുള്ളിലും ജോയിൻ ചെയ്തില്ല, അല്ലെങ്കിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത ശേഷം ഇതിപ്പം ക്ലാസ് 1-ലാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം അതൊക്കെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കിൽ ഇതേ തസ്തികയിൽ നിയമനം കിട്ടിയാൽ ഇത് രാജിവെച്ചിട്ട് പോകും. അവിടെ നമ്മൾ നിയമനം കൊടുത്തു എന്ന വ്യാഖ്യാനം തന്നെ എടുക്കാം. ഇനി പുതിയ ആള് വരേണ്ട കാര്യമില്ല. ജോയിൻ ചെയ്തില്ല എങ്കിലും നമ്മൾക്ക് പുതിയ ആള് വരണമെന്നില്ല അല്ലേ സർ? ജോയിൻ ചെയ്തില്ല എങ്കിൽ പുതിയ ആളിനെ വെക്കണം. ജോയിൻ ചെയ്തിട്ട് രാജിവെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പറ്റിയില്ല. ജോയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മൾ എക്സാമിനേഷൻ ബോർഡിനെ അറിയിക്കും, അടുത്ത താഴെയുള്ള റാങ്കിലുള്ള ആളെ നമ്മൾ അറിയിക്കും. അവർക്കല്ലേ നിയമനം കൊടുക്കുന്നത്. അത് എല്ലാവർക്കും കൊടുത്തു, എന്നിട്ടും ആരും ആ ലിസ്റ്റിൽ ആരും ജോയിൻ ചെയ്തില്ല. അപ്പൊ വീണ്ടും നമ്മൾ എക്സാം നടത്തേണ്ടി വരും അല്ലേ സർ? ആരും ജോയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് നേരിട്ട് നിയമനം നടത്താൻ പറ്റിയല്ല, പിന്നെ രണ്ടാമത് പരീക്ഷ നടത്തേണ്ടി വരും. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയായിട്ടും ആരും ജോയിൻ ചെയ്തില്ലെങ്കിൽ വീണ്ടും നമുക്ക് വേണ്ടിയിട്ട് പരീക്ഷ നടത്തേണ്ടി വരും. ഓക്കെ സർ. സാറേ, ഈ പോലീസ് വെരിഫിക്കേഷൻ വേണ്ടത് ഏത് ഡേറ്റ് മുതൽ ജോയിൻ ചെയ്യുന്നവർക്ക് സാറേ? ഇത് പോലീസ് വെരിഫിക്കേഷൻ എന്നത് ഇപ്പോൾ വന്നതല്ല, ഇതിനു മുമ്പ് 2024 ജൂൺ 7-ന് മുമ്പ് വന്നതാണെന്ന് തോന്നുന്നു. അത് എന്ന് ഞാൻ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. സാറിന്റെ നമ്പർ കിട്ടുമല്ലോ സാറേ, അതിൽ കോണ്ടാക്ട് ചെയ്യാം സാറിനെ. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. സർ, ഈ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഭേദഗതികൾ നമ്മുടെ ബൈലോയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് പ്രാവർത്തികമാക്കി മതിയാവും. അപ്പൊ അത് മുഴുവനും നമ്മുടെ ബൈലോയിൽ കൊണ്ടുവരണമെന്ന് നിർബന്ധമുണ്ടോ സാർ? അത് എന്തിനാണ് നമുക്കൊരു ബൈലോ എന്ന് പറയുന്നത്? നമുക്ക് ബൈലോയിലെ നിയമത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബാധകമല്ല, പിന്നെ എന്തിനാ നമ്മളൊരു ബൈലോ തയ്യാറാക്കുന്നത്? ബൈലോ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. എന്തൊക്കെയാണോ നിയമത്തിലും ചട്ടത്തിലും നമുക്ക് ബാധകമായ വ്യവസ്ഥകൾ ഉള്ളത്, ആ വ്യവസ്ഥകളൊക്കെ നമ്മുടെ ബൈലോയിൽ കൊണ്ടുവരണം. അപ്പോഴാണ് ആ ഭരണഘടന പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ബൈലോയിൽ ഇല്ലെങ്കിലും നിയമവ്യവസ്ഥ നമുക്ക് ബാധകമാണ്. പക്ഷെ ഏതൊക്കെ നിയമവ്യവസ്ഥകൾ നമുക്ക് ബാധകമാണോ അതെല്ലാം നമ്മൾ നമ്മുടെ നിയമാവലിയിൽ കൊണ്ടുവരണം. ഓക്കെ സർ, താങ്ക് യു. നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തെ ബേസ് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോടുണ്ടോ? ഒരു കാര്യം ഈ പോലീസ് വെരിഫിക്കേഷൻ സംബന്ധിച്ച് വേറെ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ല. എങ്ങനെ വാങ്ങണം, ഇല്ല നോട്ടിഫിക്കേഷൻ ഒന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ വന്നു എന്നല്ലാതെ നോട്ടിഫിക്കേഷൻ ഒന്നും ഇറങ്ങിയിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാർ, ഒരു സംശയം. പറഞ്ഞോ. സാറേ, ഒരു സംശയം ചോദിക്കാം. ഹലോ സാറേ, 1:1 പറയുന്നുണ്ടല്ലോ ഈ അസിസ്റ്റന്റ് സെക്രട്ടറിയെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാള് അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രൊമോഷൻ കൊടുത്തു, ആള് സെക്രട്ടറിയുടെ ഒഴിവ് വരുമ്പോ ആള് പ്രൊമോഷൻ വേണ്ടാന്ന് പറയുന്ന ഒരു കേസില് നമ്മൾക്ക് അതിന് തൊട്ട് താഴെയുള്ള ഇന്ത്യൻ ഓഡിറ്ററോ മാനേജർ ആയിട്ടുള്ള ഒരാള് അസിസ്റ്റന്റ് സെക്രട്ടറിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് സെക്രട്ടറി പോസ്റ്റിലേക്ക് ചെയ്യാൻ പറ്റുമോ? സൂപ്പർ ന്യൂമറി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി റിലംഗ്വിഷ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റേ ഉള്ളൂ. നമ്മൾ അടുത്ത സീനിയർ ആയിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റർ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജറെ പ്രൊമോട്ട് ചെയ്ത് സെക്രട്ടറി ആകണം. നേരിട്ട് അങ്ങോട്ട് ചാടാൻ പറ്റിയല്ല. സെക്രട്ടറിയുടെ പോഷക വിഭാഗം എന്ന് പറയുന്ന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അന്നേരം ചെയ്യുന്നത് അവിടെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി സൂപ്പർ ന്യൂമറി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ഇന്റേണൽ ഓഡിറ്റർ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജറെ ആ സൂപ്പർ ന്യൂമറി പോസ്റ്റിലോട്ട് പ്രൊമോട്ട് ചെയ്തതായിട്ട് തീരുമാനം എടുക്കും. ആ കമ്മിറ്റിയിൽ തന്നെ സൂപ്പർ ന്യൂമറി പോസ്റ്റ് സെക്രട്ടറിയായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് രണ്ടാമതൊരു തീരുമാനം. പക്ഷേ 2 വർഷത്തെ പ്രൊബേഷനുമായിട്ട് ബാധകമാണ്. ഹലോ സാറേ, കേക്കാവോ? ഹലോ സാർ, എനിക്കൊരു സംശയമുണ്ട്. ചോദിച്ചോട്ടെ? ഓക്കെ സാറേ, നേരത്തെ സാറ് സീക്രട്ട് റിസർവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഫ്യൂച്ചർ ലോസിനല്ല, അതിന് മാത്രമേ ഡയറക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേഷന് മുമ്പാണ് ഈ സംഘത്തില് അങ്ങനെ നമുക്ക് ഓഡിറ്ററോട് പറയാൻ പറ്റുമോ? ഇത് എപ്പോഴാണ് നമ്മൾ സീക്രട്ട് റിസർവ് വെക്കുന്ന എപ്പോഴാണ് നമ്മൾ പ്രോഫിറ്റ് കുറച്ച് കാണിക്കാൻ വേണ്ടി ഒരിക്കലും അങ്ങനെ നഷ്ടത്തിലുള്ള ഒരു സ്ഥാപനം ഇങ്ങനെയുള്ള രഹസ്യ കരുതലുകളിലോട്ട് മാറ്റിവെക്കുക. അന്നേരം അവിടെ ഫ്യൂച്ചർ ലോസസിലോട്ട് മാറ്റിവെക്കുകയും തുടർന്നുള്ള ഏതെങ്കിലും വർഷം പ്രവർത്തനപരം നഷ്ടമാകുമ്പോൾ മുൻ വർഷം വെച്ച ആ ലോസസിലെ തുക റിവേഴ്സ് ചെയ്ത് ഇൻകം ആയിട്ട് എടുത്ത് ലാഭത്തിൽ കാണിക്കുകയും ചെയ്യുന്നത് ആ പ്രവർത്തനത്തിന്റെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുന്നു, ആ P&L അക്കൗണ്ടിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അത് പാടില്ല. അത് ഫ്യൂച്ചർ ലോസ്. പക്ഷെ അവര് നമുക്ക് വേറൊരു കാര്യത്തിന് പ്രൊവിഷൻ വെക്കുന്ന നമ്മളൊരു കെട്ടിട ഫണ്ടിലേക്ക് മാറ്റാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ അത് ഞാൻ പറഞ്ഞല്ലോ, ഓഡിറ്റ് ഡയറക്ടറുടെ സർക്കുലറില് ഇത് മാത്രമാണ് നിരോധിച്ചത്, മറ്റൊന്നും നിരോധിക്കുന്നത്. അപ്പം നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടി അത് നമുക്ക് സംഘത്തിന് ചെയ്യാൻ പറ്റുമെന്നാണ് സാറിന്റെ അഭിപ്രായം. അല്ല, അത് നമ്മള് ഏതെങ്കിലും ഒരു ഫണ്ടിലോട്ട് മാറ്റുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സബ് റൂൾ നമുക്ക് കാണും. ആ സബ് റൂളിൽ അതിന്റെ ഉപയോഗത്തെ കുറിച്ച് വ്യവസ്ഥയുണ്ട്. അത് പ്രകാരം മാത്രമേ അത് ഉപയോഗിക്കാവൂ. ഇപ്പം നമ്മള് ആ സാമ്പത്തിക വർഷം സംഘത്തിന് നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ട്. അപ്പം സംഘം ഭരണസമിതി അല്ലെങ്കിൽ അവര് തീരുമാനിക്കുന്ന ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് പിന്നെ പ്രോഫിറ്റ് മാറ്റാം. അപ്പം സംഘം ഓഡിറ്റർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഭരണസമിതി തീരുമാനം എടുത്തു തരാം, ഇത്ര രൂപ ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രൊവിഷനിലേക്ക് മാറ്റി വെക്കണമെന്ന് ഓഡിറ്ററോട് സംസാരിക്കാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ കെട്ടിട ഫണ്ടിലേക്ക് മാറ്റാൻ സംഘം നിർദ്ദേശം പറയുന്നു, കെട്ടിട ഫണ്ടിലേക്ക് മാറ്റാൻ എന്ന് പറയുന്നു. അപ്പൊ അത് ഓഡിറ്റർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ലാഭത്തിന്റെ പരമാവധി ഇത്ര ശതമാനം കെട്ടിട ഫണ്ടിലോട്ട് മാറ്റാൻ വ്യവസ്ഥയുണ്ട്. ആ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ഭാഗം ലാഭത്തിൽ നിന്ന് കെട്ടിട ഫണ്ടിലോട്ട് മാറ്റാം, അതിൽ കൂടുതൽ മാറ്റാൻ പറ്റും. അപ്പം ബൈലയിൽ അത്രയും ഭാഗം മാറ്റാതെ പ്രോഫിറ്റ് കാൽക്കുലേഷന് ശേഷം സംഘം അത് പ്രോഫിറ്റ് കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി, ആ വർഷത്തെ പ്രോഫിറ്റ് കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി കുറച്ച് സീക്രട്ട് റിസർവിലേക്ക്, അതായത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് മാറ്റാൻ നമ്മൾ ആവശ്യപ്പെടാൻ പാടുണ്ടോ എന്നാ ചോദിക്കുന്നത്. സീക്രട്ട് റിസർവ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ റിസർവ് ഫോർ ഫ്യൂച്ചർ ലോസ് എന്നതിലോട്ട് മാറ്റാൻ പറ്റില്ല. അല്ല, പ്രൊവിഷൻ ഫോർ പെറിഷൻ അരിയർ അങ്ങനെ അതൊക്കെ ചെയ്യാം. റിസർവ് ഫോർ ഫെയർ റിവിഷൻ എന്ന് പറഞ്ഞ് കാണിക്കാം. അത് ഓഡിറ്റിൽ അപ്ഡേറ്റ് ചെയ്യുകയല്ല. സൗണ്ട് ക്ലിയർ അല്ല. അപ്പൊ അങ്ങനെ അതിന് നമുക്ക് അത് ഒന്നിൽ കൂടുതൽ ആൾക്കാര് മ്യൂട്ട് ചെയ്യാത്ത വീഡിയോ. സാർ എനിക്ക് ചോദിച്ചോട്ടെ സാർ, എന്റെ ബാങ്കില് ചീഫ് അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഒഴിവുണ്ട്. ഞാൻ ഇന്റേണൽ ഓഡിറ്ററാണ്. അപ്പോ എന്റെ മുകളിൽ 2 പേര് അവര് എക്സാം എഴുതി, ക്വാളിഫൈങ് എക്സാം. അപ്പൊ എന്നെ സെക്രട്ടറി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് അവരോട് വാങ്ങിക്കേണ്ടതുണ്ടോ? അല്ല, അത് നിങ്ങളുടെ ബാങ്കിന്റെ ബോർഡിന്റെ അധികാരപരിധിയിൽ അവർ 2 പേര് ക്വാളിഫൈങ് എക്സാമിനേഷൻ പാസ് ചെയ്തിട്ടില്ല എങ്കിൽ അസിസ്റ്റന്റ് അല്ല സെക്രട്ടറി പോസ്റ്റിലോട്ടുള്ള പ്രൊമോഷൻ അവർക്ക് നീട്ടിവെക്കാൻ. അങ്ങനെ പാസ്സാകാത്തവരോട് താല്പര്യമുണ്ട് എങ്കിൽ, അവർ സീനിയറുമാണ് എങ്കിൽ അവർക്കൊരു സന്ദർഭം കൂടെ നൽകിയ ശേഷം എന്നിട്ടും പാസ്സാകുന്നില്ലെങ്കിൽ പിന്നെ പരിഗണിക്കാൻ കഴിയുമല്ലോ. അത് ഇതാണ് കൂടുതൽ ആൾക്കാര് മൈക്ക് ഓണാക്കി വെച്ചിരിക്കുന്ന കാരണം. ഒരു ഫോൺ മാത്രമാണോ ഉപയോഗിക്കുന്നത് സാറേ? ഞാൻ ഒരെണ്ണം ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞോ? സാറേ 8:55 9 മണിയാകുമ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. സാറേ 2021 സബ് സ്റ്റാഫിൽ നിന്നും ജൂനിയർ ക്ലർക്കായി പ്രൊമോഷൻ കിട്ടിയ ഒരാൾക്ക് ഇനി പരീക്ഷ എഴുതേണ്ട ആവശ്യമുണ്ടോ? 2021
ഇത് 2024 ഡിസംബറിലല്ലേ ഈ വ്യവസ്ഥ വരുന്നത്. അതിനു മുമ്പ് പ്രൊമോഷൻ കിട്ടിയവർക്കൊന്നും അത് ബാധകമല്ല. ഓക്കെ സാറേ, ഈ വകുപ്പ് 18 നോമിനൽ മെമ്പറിൽ ഭേദഗതി പറഞ്ഞില്ലേ, ഈ കാർഷികേതര വായ്പകൾ കൊടുക്കാന്നുള്ള ഒരു ഭേദഗതി, അത് ഈ പഞ്ചായത്തിലൊക്കെ 2 PSCs ഒക്കെ ഉണ്ടാവല്ലോ. അപ്പോ ആ പഞ്ചായത്ത് മുഴുവൻ നോമിനൽ മെമ്പർമാരുടെ ആ പരിധി വീക്ഷിക്കുമ്പോ മറ്റ് PSCസിന് എന്റെ പ്രവർത്തന പരിധിയിൽ അതേ സ്വഭാവത്തിലുള്ള അതൊരു കടന്നുകയറ്റമായി മാറുക. ആ കടന്നുകയറ്റം അതാണല്ലോ ഞാൻ 7(1)(c പറഞ്ഞ അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. പൗരന്റെ മൗലിക അവകാശത്തിന്റെ ലംഘനമാണ്. സഹകരണ സംഘം രജിസ്റ്റർ പൗരന്റെ 19(1)(c) ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 19(1)(c)ക്ക് വിരുദ്ധമാണ്. അതിനെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ ഒരു പ്രാഥമിക കാർഷിക വായ്പാ സംഘം വരാൻ പാടില്ല എന്നല്ലേ നമ്മുടെ പെർസെപ്ഷൻ. പക്ഷേ നിങ്ങളുടെ പ്രവർത്തന പരിധിക്കുള്ളിൽ മിസലേനിയസ് സൊസൈറ്റികൾ വരുന്നു. ഏത് പുതിയ സ്ഥാപനം രജിസ്റ്റർ ചെയ്താലും നിങ്ങളെപ്പോലെ നിക്ഷേപം വാങ്ങി വായ്പ കൊടുക്കുന്ന പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. തിരുവനന്തപുരത്ത് ഈഞ്ചിക്കൽ ജംഗ്ഷനിൽ ഐസ്ക്രീം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഐസ്ക്രീം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊരു സംഘമുണ്ട്. അവർ ചെയ്യുന്നത് ഐസ്ക്രീമുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. നിക്ഷേപം വാങ്ങി വായ്പ കൊടുക്കുക, വായ്പ കൊടുത്തിട്ട് ഡെയിലി കളക്ഷൻ ഏജന്റിനെ വെച്ചുകൊണ്ട് പിരിക്കുക. ക്രെഡിറ്റ് ബിസിനസ്സാണ് അവർ നടത്തുന്നത്. അന്നേരം കേരള ബാങ്കിന് നിങ്ങളുടെ ബ്രാഞ്ച് പ്രവർത്തന പരിധിക്കുള്ളിൽ ശാഖ തുടങ്ങാം, അർബൻ ബാങ്കിന് ശാഖ തുടങ്ങാം, വാണിജ്യ ബാങ്കുകൾക്ക് ശാഖ തുടങ്ങാം. സഹകരണ മേഖലയിൽ തന്നെ മറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികൾ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ വരാം. അവർ വന്നാലൊന്നും ഒരു വിഷയമില്ല. പക്ഷേ ഒരു അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന പേര് വെച്ചുകൊണ്ട് ഒരു സ്ഥാപനം വരാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്ത് സാങ്ക്ടിറ്റി ഉള്ളത്? നമുക്കൊരു പ്രൊട്ടക്റ്റീവ് എൻവയോൺമെന്റ് ഇനി ആര് വിചാരിച്ചാലും ഉണ്ടാക്കി തരാൻ പറ്റിയല്ല. ഒരു സംരക്ഷണ കവചം നമ്മൾ മാത്രമുള്ള ഒരു പ്രവർത്തന പരിധി, വേറെ ഒരു ധനകാര്യ സ്ഥാപനം ഇല്ലാത്ത ഒരു സംരക്ഷണ കവചം ആര് വിചാരിച്ചാലും ഉണ്ടാക്കി തരാൻ പറ്റിയല്ല. അർഹതയുള്ളവർ അതിജീവിക്കും അല്ലേ സാർ? അത് തന്നെ നമ്മുടെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്. നിങ്ങളുടെ അംഗങ്ങൾക്ക് ഇത് എന്റെ ബാങ്കാണ് എന്നൊരു തോന്നലുണ്ടാകണം. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബാങ്കിലെ അംഗങ്ങളോ ഇടപാടുകാരോ നിങ്ങളെ ഉപേക്ഷിച്ച് പോവുകയില്ല. ആര് വേണേ വരട്ടെ. ഓക്കെ, 9 മണിയായി, നിർത്താം. താങ്ക് യു സാർ. താങ്ക് യു സാർ. പ്രവർത്തന പരിധി കഴിഞ്ഞുള്ള നോമിനൽ മെമ്പേഴ്സിനും നമുക്ക് ലോൺ കൊടുക്കാവോ? പ്രവർത്തന പരിധി കഴിഞ്ഞുള്ള, അതല്ലേ പറഞ്ഞ 18-ാം വകുപ്പിൽ വന്ന ഭേദഗതി. അത് നമ്മുടെ ബൈലോയിൽ വ്യവസ്ഥ ചെയ്യണം. ഇന്ന താലൂക്ക് നോമിനൽ മെമ്പറിന് പ്രവർത്തന പരിധിയാണ്. ഈ താലൂക്കിലുള്ള 18 വയസ്സ് പൂർത്തിയായ അംഗത്വ യോഗ്യതയുള്ള ആർക്കും സംഘത്തിൽ നോമിനൽ മെമ്പർഷിപ്പിന് അർഹത ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവരാം. പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാന്നോ സാറേ? 9:08 ഇത്രയും നേരം ആർക്കെങ്കിലും നമ്മുടെ സഹകരണ വീക്ഷണം കൂട്ടായ്മയിലുള്ള ആർക്കെങ്കിലും ഒരു ഗ്രൂപ്പ് അംഗത്തിന് നമ്മുടെ പ്രിയപ്പെട്ട സാറിന് നമ്മുടെ വിഷയം സഹകരണ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ സംഘ നിയമാവലിയിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചായിരുന്നെങ്കിലും ജീവനക്കാരുടേതായിട്ടുള്ള വിവിധ വിഷയങ്ങളിൽ സാറ് അതിന്റെ അഭിപ്രായം പറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങൾ നൽകി, മാർഗനിർദ്ദേശങ്ങൾ നൽകി. അപ്പം നമ്മുടെ കൂട്ടായ്മയിലുള്ള ആരെങ്കിലും ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട സാറിന് ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. നമസ്കാരം, ഞാൻ രേണുദേവ്. എന്തായാലും സാറിന്റെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മൾ ബൈലോ അമെൻമെന്റായി ബന്ധപ്പെട്ടിട്ടുള്ളത് പൂർണ്ണമായി എന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. കുറച്ചും കൂടെ നമുക്കത് ക്ലാരിഫിക്കേഷൻസ് വരാണ്ട്. അപ്പൊ സാറിന്റെ ആ ഒരു മോഡൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള മോഡൽ കിട്ടുകയാണെങ്കിൽ കുറേ കൂടെ ഗുണകരമാവും. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് പല വിഷയങ്ങളിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഈ ക്ലാസ്സിന്റെ ഒരു ഗുണം. നമ്മൾ നോർമൽ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതാത് സമയത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ മറുപടി കിട്ടിയിട്ടുണ്ട്. അതെല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട്. സാറിന് ഈ മേഖലയിലത്തെ ഏറ്റവും
എന്താ പറയുക തലതൊട്ടപ്പം എന്നുള്ള രീതിയിൽ എത്തുന്ന സാറിന് ഈ ഇത്രയും നേരം വളരെ എനർജറ്റിക് ആയിട്ട് ഈ ക്ലാസ് നടത്താൻ സാധിച്ചതിൽ അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ സഹകരണ വീക്ഷണത്തിന്റെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഈ മേഖലയെ തന്നെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയും എല്ലാവരും ഈ മേഖലയിലെ വളരെ നല്ല രീതിയിൽ തന്നെ അറിവുള്ളവരായി മാറ്റാനായിട്ട് സഹകരണ വീക്ഷണം നടത്തുന്ന ഈ മുന്നേറ്റത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകം എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓക്കെ.